പ്രഖ്യാപിച്ച സമയം കുടുംബജീവിതവുമായി ബന്ധപ്പെട്ട് വളരെ അധികം പ്രാധാന്യമുള്ള ഒരു സാമൂഹിക സാഹചര്യത്തിലാണ് ഇത് സംഘടിപ്പിക്കപ്പെടുന്നത്. നമ്മളൊക്കെ ഗ്രാമവാസികളാണ്. നഗരവൽക്കരിക്കപ്പെട്ടിട്ടുണ്ടെങ്കിലും അടിസ്ഥാനപരമായിട്ട് നമ്മളൊക്കെ ഗ്രാമവാസികളാണ്. കുറേ നന്മകൾ മനസ്സിലുള്ള ആളുകളാണ്. നാടിൻ്റെ നെഗറ്റീവായ പല കാര്യങ്ങളും നമ്മൾ അറിയാൻ സമയമെടുക്കും. നല്ലതാണത്, അത്രയും സമാധാനത്തോടു കൂടി കിടന്നുറങ്ങാം. പക്ഷെ നമ്മൾ ജീവിക്കുന്ന ലോകം അത് മാറിക്കൊണ്ടിരിക്കുന്നതിനെ പറ്റിയിട്ട് കൃത്യമായിട്ടുള്ള അപ്ഡേഷൻ പലപ്പോഴും നമുക്ക് ലഭിക്കാറില്ല. കാരണം പല നെഗറ്റീവായ ചിന്തകൾ, ഞാൻ പോസിറ്റീവായ ചിന്തകളെ പറ്റിയിട്ടല്ല പറയുന്നത്, നെഗറ്റീവായ ചിന്തകൾ നമ്മുടെ ഇടയിലേക്ക് അത് വരുന്നത്, അത് നമ്മെ കീഴ്പ്പെടുത്തുന്നത് പലപ്പോഴും വൈകിട്ടാണ്. അപ്പൊ വിവരം അറിയുന്നതിൽ നമ്മളും വൈകും. ശരിക്കും നമ്മൾ ആലോചിച്ച് നോക്കുക, ഈ ക്യാമ്പയിന്റെ ഒരു പ്രസക്തി എന്താണ്? കേരളത്തിലെ കുടുംബ സംവിധാനം തകർന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരാണും പെണ്ണും ഒന്നിക്കണമെങ്കിൽ വിവാഹം, ആ വിവാഹത്തിൽ നിന്ന് രൂപപ്പെടുന്ന ഫാമിലി, അങ്ങനെയാണല്ലോ നമ്മുടെ ഒരു നാട്ടു നടപ്പ്, നമ്മുടെ ശീലം, നമ്മുടെ സംസ്കാരം. അതിനെ വെല്ലുവിളിച്ചുകൊണ്ട് ഇനിയിപ്പോ അതൊന്നിന്റെ ആവശ്യമില്ല, ഒരാണും പെണ്ണും ജീവിക്കണമെങ്കിൽ അത് മാരേജ് തന്നെ വേണമെന്നില്ല, ലിവിങ് ടുഗദർ ആകാം, ഇനി അതല്ലെങ്കിൽ സിറ്റുവേഷൻഷിപ്പ് ആകാം, ഇനിയിപ്പോ ഒക്കെ പോയിട്ട് പുതിയ രീതിയാണ് അപ്പാർട്ട്മെന്റ്ഷിപ്പ് എന്ന് പറഞ്ഞാൽ ഒരാണും പെണ്ണും എങ്ങനെ ജീവിക്കണം, ഹ്രസ്വകാല ഒരുമിച്ചുള്ള ജീവിതമാണോ ദീർഘകാല ജീവിതമാണോ, ദീർഘകാല ജീവിതം ആഗ്രഹിക്കുന്നവർക്ക് ലിവിങ് ടുഗദർ തിരഞ്ഞെടുക്കാം, ഹ്രസ്വകാലാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ അതിന് ഈ സിറ്റുവേഷൻഷിപ്പ് ഉപയോഗിക്കാം. ഇങ്ങനെ പറഞ്ഞിട്ട് ആണിനെയും പെണ്ണിനെയും കുടുംബജീവിതത്തിൽ നിന്ന് മാറ്റിയത്. കുടുംബജീവിതം എന്ന് പറഞ്ഞാൽ എന്തോ ഒരു അസ്വസ്ഥതകൾ നിറഞ്ഞ ഒരു അന്തരീക്ഷമാണ് എന്ന ഒരു ധാരണ വ്യാപകമായിട്ട് പരത്തിക്കൊണ്ടിരിക്കുക. നമ്മൾ സ്വാധീനിക്കുന്നില്ല. നമ്മളോടൊപ്പം അങ്ങനെ നമ്മളൊരു ടെലിവിഷൻ ഓൺ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ യൂട്യൂബിലെ ഒരു പ്രോഗ്രാം അതിൻ്റെ നോട്ടിഫിക്കേഷൻ വരുമ്പോൾ നമ്മളിങ്ങനെ എടുത്ത് നോക്കുമല്ലോ. നമ്മുടെ മൊബൈലിലൊക്കെ യൂട്യൂബ് ഉണ്ടല്ലോ. നമ്മൾ എടുത്ത് നോക്കുമ്പോൾ എന്തിനാണ് ഫാമിലി, എന്തിനാണ് കുടുംബജീവിതം, അതല്ലാത്ത എത്ര മാർഗങ്ങൾ നമുക്ക് ജീവിക്കാനുണ്ട് എന്നൊക്കെ പറഞ്ഞ് നമ്മളതുകൊണ്ട് അവോയ്ഡ് ചെയ്യാണ്, സ്കിപ്പ് ചെയ്ത് പോവാണ്. നമ്മൾക്ക് അത് അതിനോട് പ്രത്യേകിച്ച് വല്ലൊരു കേൾക്കേണ്ട ഒരു സാധനമാണെന്നോ നമ്മളിത് ശ്രദ്ധിക്കേണ്ട ഒരു സാധനമാണെന്നോ നമുക്ക് തോന്നണില്ല, നമ്മൾ ഉപേക്ഷിച്ച് കളയാണ്. പക്ഷേ നമ്മുടെ മക്കൾ അങ്ങനെയല്ല എന്ന് നമ്മൾ ആദ്യം തിരിച്ചറിയണം. നമ്മുടെ മക്കൾ അവർ ജീവിതം ആരംഭിക്കുന്ന ഒരു കാലഘട്ടമാണ്. ആ കാലഘട്ടത്തിൽ ആ മക്കളുടെ തലച്ചോറിനെ കാര്യമായി സ്വാധീനിക്കുന്ന ജീവിത വീക്ഷണങ്ങളിലൊന്നാണ് എന്തിനാണ് കുടുംബജീവിതം, എന്തിനാണ് കുടുംബജീവിതം എന്നുള്ള ചിന്ത അവർ വിചാരിക്കുക. പെൺകുട്ടികളാണെങ്കിൽ പെൺകുട്ടികളെ പറഞ്ഞു പഠിപ്പിച്ചിട്ടുള്ള എന്തറിയോ, പെൺകുട്ടികളെ പറഞ്ഞു പഠിപ്പിക്കുന്നത് പലപ്പോഴും എന്താ, ഫാമിലി എന്ന് പറഞ്ഞാൽ എന്താ, കുടുംബജീവിതം എന്ന് പറഞ്ഞാൽ എന്താ, ഒരാണിന്റെ കീഴിൽ അവന്റെ 4 ചുമരുകൾക്കുള്ളിൽ അവൻ നിശ്ചയിക്കുന്ന സ്വാതന്ത്ര്യത്തിന്റെ പരിധികളും പരിമിതികളും ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കേണ്ട ഒരു സിസ്റ്റം. ഇതാണ് കുടുംബജീവിതം. ഇതാണ് കുടുംബജീവിതം. നിങ്ങൾ എന്തിനാണ് ഈ അടിമത്തം പേറുന്നത്? നിങ്ങൾ എന്തിനാണ് പുരുഷന്റെ ഈ അടിമത്ത വ്യവസ്ഥയ്ക്ക് നിങ്ങൾ വിധേയമാകുന്നത്? ഞങ്ങൾ കുട്ടികളോട് ചോദിച്ചുകൊണ്ടിരിക്കുക, പെൺകുട്ടികളോട് ചോദിച്ചുകൊണ്ടിരിക്കുക. അപ്പൊ കുട്ടികൾ വിചാരിക്കാണ്, ശരിയാണല്ലോ, കുറച്ചുകൂടി സ്വാതന്ത്ര്യം ഉണ്ടാവണമെങ്കിൽ അത് നല്ലത് ലിവിങ് ടുഗദർ ആയിരിക്കും, അല്ലെങ്കിൽ കുറച്ചും കൂടി സ്വാതന്ത്ര്യം കിട്ടണമെങ്കിൽ ഓപ്പൺ റിലേഷൻഷിപ്പുകൾ ഉണ്ടാക്കാം, അത് മതിയാവും. അതൊക്കെ തന്നെയാണല്ലോ ഇപ്പൊ കുടുംബജീവിതത്തിൽ സംഭവിക്കുന്നത് എന്ന് വിചാരിക്കുന്ന മക്കൾ ഉണ്ടാവും. അല്ലെങ്കിൽ പോളിയമോറി പോലെയുള്ള ഇത്തരം ജീവിത രീതികൾ അത് മതിയാകും എന്ന് വിചാരിക്കുന്ന ഒരവസ്ഥയിലേക്ക് നമ്മുടെ മക്കൾ മാറി. അപ്പൊ നമ്മുടെ മക്കൾ ട്യൂൺ ചെയ്യപ്പെടാണ് നമ്മളെ വീടിന്റെ അകത്തിരുന്നിട്ട്. ഇത് നമ്മൾ ആദ്യം മനസ്സിലാക്കണം.
നമ്മളെ ട്യൂൺ ചെയ്യാൻ ആരും ഉദ്ദേശിക്കുന്നില്ല. കാരണം നമ്മൾ ഒരു വലിയ കാലം ജീവിച്ച എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ജീവിതാനുഭവങ്ങളുള്ള ഒരു കാര്യം കേട്ടാൽ ഇതിന്റെ പോക്ക് എവിടേക്കാണ് എന്ന് തിരിച്ചറിയാൻ കഴിയുന്ന പക്വതയുള്ള ജീവിതാനുഭവമുള്ള ആളുകളാണ് നമ്മൾ. അതുകൊണ്ട് നമ്മൾ ആരും എന്ത് ചെയ്യുന്നില്ല, പ്രത്യേകിച്ച് നമ്മളങ്ങനെ വഴിതെറ്റിച്ച് ഈ റൂട്ടിൽ കൊണ്ടുപോകണം, ഫാമിലിനെ പറ്റിയിട്ട് ഫാമിലി ജീവിതത്തെ പറ്റിയിട്ട് നമ്മളെ മോശപ്പെടുത്തിയിട്ട് നമ്മളെ പഠിപ്പിക്കണം എന്നൊന്നും ആരും ഉദ്ദേശിക്കുന്നില്ല. കാരണം അത് അസാധ്യമാണെന്ന് അവർക്കറിയാം. അവർ നമ്മളെ ടാർഗറ്റ് ചെയ്യണില്ല. പക്ഷേ നമ്മുടെ മക്കൾ അങ്ങനെ, ഇത് ഈ കാലഘട്ടത്തിൽ ജീവിച്ചിരിക്കുന്ന ഉമ്മയും വാപ്പയും മനസ്സിലാക്കേണ്ട വളരെ പ്രധാനപ്പെട്ട. ഞാനിപ്പോ അടുത്ത് ഒരു ദിവസം എറണാകുളത്ത് നിന്ന് പിന്നെ നമ്മുടെ ഒരു പണ്ഡിതനും ഒരു കൗൺസിലറുമായിട്ടുള്ള ഒരു വ്യക്തിത്വത്തെ കണ്ടിരുന്നു. അദ്ദേഹം നല്ല ആലിമാണ്, ഈ സൈക്കോളജിയായിട്ട് ബന്ധപ്പെട്ട് നന്നായി പഠിച്ചിട്ടുള്ള ആളുമാണ്, ഫാമിലി കൗൺസിലിംഗ് ഒക്കെ ചെയ്യുന്ന ആളാണ്. അപ്പൊ അദ്ദേഹത്തിനോട് കണ്ടൊക്കെ സംസാരിച്ച് അങ്ങനെ ഇരുന്ന കൂട്ടത്തിൽ എന്താണ് പ്രത്യേകിച്ച് എറണാകുളത്തേക്ക് വന്നതെന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത്, പിന്നെ ഞാനിവിടെ വന്നത് ഒരു പെൺകുട്ടിയെ കൗൺസിൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ പെൺകുട്ടി ആരെന്ന് അദ്ദേഹനോട് പറഞ്ഞില്ല. പക്ഷെ അദ്ദേഹനോട് പറഞ്ഞൊരു കാര്യമുണ്ട്, നമ്മുടെ സജീവമായ പ്രവർത്തകരായിട്ടുള്ള ദീനി നിഷ്ഠയുള്ള മാതാപിതാക്കളുടെ മക്കളാണെന്ന് പറഞ്ഞു. ആ പെൺകുട്ടിന്റെ അടുത്തേക്ക് ചെന്നിട്ട് അദ്ദേഹം സംസാരിച്ച വിഷയം എന്താ അറിയോ? ആ പെൺകുട്ടി അതിനോടൊപ്പം പിന്നെ പഠിച്ചിരുന്ന, ഉന്നത വിദ്യാഭ്യാസം കരസ്ഥമാക്കുന്നതിന് വീട്ടുകാര് കേരളത്തിന്റെ പുറത്ത് ഒരു ഹോസ്റ്റലിൽ പഠിപ്പിച്ച് വളർത്തിയ പെൺകുട്ടിയാണത്. ആ പെൺകുട്ടി ഒരിക്കലും പിന്നെ ഇതുപോലത്തെ ഒരു കുടുംബ ക്ലാസ്സിന് വന്നിരുന്നിട്ട് അവിടുത്തെ ആളുകൾക്ക് അറിയില്ല എന്നാ പറയുന്നത്. വാപ്പമ്മ ഉണ്ടാവും, വാപ്പമ്മ സജീവമായിട്ടുണ്ടായിരിക്കും, വാപ്പമ്മയ്ക്ക് ഇത് സംഘടിപ്പിക്കുന്ന ആൾക്കാർ, വാപ്പമ്മയ്ക്ക് ഇതിന്റെ പിന്നെ നൽകാം. പക്ഷെ പെൺകുട്ടി തീരെ വരാറില്ല. കാരണം നമ്മളായാലും അവർ പഠിക്കട്ടെ, അവരിപ്പോ ഇതിലേക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ സംഘടന, പിന്നെ ദീന്, ദഅവത്ത് ഇങ്ങനെ വേണ്ട, അവർ പഠിക്കട്ടെ, അവരുടെ ഫ്യൂച്ചർ ശരിയാക്കട്ടെ, ഇങ്ങനെ ഫ്യൂച്ചർ ശരിയാക്കാൻ കൊണ്ടുപോയി വെച്ചാണ്. ഇപ്പൊ സംഭവിച്ചെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, അവൾ ഉടനെ അവളോടൊപ്പം പഠിച്ചിരുന്ന ഒരു അമുസ്ലിം പെൺകുട്ടിയെ അവൾ വിവാഹം കഴിക്കാൻ പോകണം. ലെസ്ബിയൻ മാരേജ് എന്നാണ് അതിന് പറയുന്നത്. പെണ്ണ് പെണ്ണിനെ കല്യാണം കഴിക്കുക, അല്ലെ, ആണാണിനെ കല്യാണം കഴിക്കുക, എന്താ ഗൈ സെക്ഷുവാലിറ്റി എന്നാണ് അതിന് പറയുന്നത്. ഹ്യൂമൻ സെക്ഷൻ, സ്വവർഗാനുരാഗത്തിന്റെ വിവാഹ മോഡലുകളാണ്. അപ്പൊ അവൾക്ക് വിവാഹം കഴിക്കാൻ പോവാ. അപ്പൊ എങ്ങനെയെങ്കിലും ഇത് പുറത്തറിഞ്ഞ് നാറി നാണം കെടുന്നതിന് മുമ്പ് അതിൻ്റെ ഒക്കെ ഉപരിയായിട്ട് ഇത് മഹാപാപാണല്ലോ. ഇത് വെറുതെ ഒരു നാണക്കേട് മാത്രമല്ലല്ലോ, ഇസ്ലാം ഹറാമാണെന്ന് പഠിപ്പിച്ച പാപം, ഇസ്ലാം അതിശക്തമായി സംസാരിച്ച പാപാണ്. ഇത്തരം ആളുകളെ എന്ത് ചെയ്യണമെന്നതിന് ഫിഖ്ഹിൽ അവർക്ക് കൊടുക്കുന്ന ശിക്ഷകളെ പറ്റി സംസാരിച്ച മതമാണ് ഇസ്ലാം. അപ്പൊ ഇസ്ലാമിനെ സംബന്ധിച്ച് ഇത് പാപാണ്, നരകത്തിലാണ് ഇത് ചെന്ന് അവസാനിക്കുക, നരകം സുനിശ്ചിതാണ്. അപ്പൊ മകളെ ഒന്ന് പിന്തിരിപ്പിക്കാൻ വേണ്ടിയിട്ട് ആ വാപ്പയും ഉമ്മയും, ദീനീ പ്രവർത്തകരായ വാപ്പയും ഉമ്മയും പറഞ്ഞിട്ട് മനസ്സിലാവണില്ല മോൾക്ക്. മോള് വാപ്പന്റെ ഉമ്മന്റെയും വിവരമില്ലായ്മയെ പറ്റിയിട്ടും കാലഘട്ടം തിരിയായ്മയെ പറ്റിയിട്ടൊക്കെ ഇങ്ങോട്ട് ട്യൂഷൻ എടുത്ത് കൊടുക്കാണ്. അപ്പൊ പുറത്തുനിന്ന് ഒരാൾ എന്ത് ചെയ്യാ, ഇതൊന്നും പഠിപ്പിച്ചു കൊടുക്കാലോ എന്ന് വിചാരിച്ചിട്ടാണ് വിളിച്ചത്, സംസാരിച്ചത്. ഞാൻ ചോദിച്ചു എന്തെങ്കിലും പ്രതീക്ഷയുണ്ടോ? അദ്ദേഹം പറഞ്ഞത് പ്രതീക്ഷയില്ല എന്നാണ്. പ്രതീക്ഷ ഒന്നുമില്ല, പിന്നെ ചില കാര്യങ്ങൾ അവർക്ക് സ്വാധീനിച്ചുവോ എന്ന് ഞാൻ ധരിച്ചിരിക്കുന്നുണ്ട്. ചില സംസാരങ്ങൾ, ചില സൂചനകൾ സ്വാധീനിച്ച പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട്. അതെങ്ങാനും വർക്കൗട്ട് ആവുകയാണെങ്കിൽ, അള്ളാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് കൊടുക്കുകയാണെങ്കിൽ ചിലപ്പോൾ എന്തെങ്കിലും മാറ്റം വന്നേക്കാം എന്നുള്ളൂ. പക്ഷെ പ്രതീക്ഷ ഒന്നുമില്ല. ഞാൻ ചോദിക്കുന്നത്, ഇത് എന്റെ കുടുംബത്തിൽ സംഭവിക്കാൻ അധികം സമയമൊന്നുമില്ല. കാരണം അത് എന്റെ മക്കൾ ജീവിക്കുന്ന കാലഘട്ടം ഏതാണെന്നാണ് നിങ്ങൾ വിചാരിച്ചത്? എന്റെ മക്കൾ ജീവിക്കുന്ന കാലഘട്ടത്തിൽ നിങ്ങൾക്കറിയാം, പിന്നെ ഒരു ആണും പിന്നെ ഒരു ആണിനും ഒരു പെണ്ണിനും ലൈംഗിക ജീവിതം നയിക്കണമെങ്കിൽ, സെക്ഷൽ ജീവിതം നയിക്കണമെങ്കിൽ, നമ്മളൊക്കെ ഹെക്ട്രോസെക്ഷാലിറ്റിനെ പറ്റിയിട്ട് കേട്ടിട്ടുള്ളൂ. എന്ന് പറഞ്ഞാൽ എതിർ ലിംഗത്തിലുള്ള ആളുകൾ തമ്മിൽ ജീവിക്കുന്ന രീതി. അത് ചിലപ്പോ കല്യാണമാവും, അത് ചിലപ്പോ വ്യഭിചാരാവും, അത് ചിലപ്പോ പിന്നെ വേറെ എന്തെങ്കിലും മോശപ്പെട്ട് ജീവിക്കും. ആണും പെണ്ണും ജീവിക്കുന്നത് നമ്മൾ കേട്ടിട്ടുള്ളൂ. എങ്കിൽ പുതിയ കാലഘട്ടത്തിന്റെ ചർച്ച എന്ന് പറഞ്ഞാൽ ആണും ജീവിക്കുന്നത്, പെണ്ണും പെണ്ണും ജീവിക്കുന്ന ഹ്യൂമൻ സെക്ഷാലിറ്റിനെ പറ്റിയിട്ട്, ഹോമോസെക്ഷാലിറ്റിനെ പറ്റിയിട്ട്.
ഹോമോസെക്സ്വാലിറ്റിനെ പറ്റി സംസാരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു AI ആപ്പ് എടുത്തിട്ടേ, കുറെ AI ആപ്പ് ഉണ്ടല്ലോ നമ്മുടെ മൊബൈലിലൊക്കെ കാണാം, പിന്നെ ChatGPT, ജെമിനി എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ സാധനങ്ങളുണ്ടല്ലോ. അവിടെ നമ്മളൊന്ന് അടിച്ചു നോക്കൂ, ഒരു പെണ്ണ് മറ്റൊരു പെണ്ണിനെ വിവാഹം കഴിക്കുന്നതിനെ പറ്റിയിട്ട് എന്താണ് അഭിപ്രായം, ഇത് ലൈംഗിക വൈകൃതത്തിൽ പെട്ടതാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ AI ആപ്പുകൾ നൽകുന്ന മറുപടി എന്താണെന്നറിയോ? AI ആപ്പുകൾ നൽകുന്ന മറുപടി ഇത് കോമൺ ആയിട്ട് സംഭവിക്കുന്ന ഒരു കാര്യമാണ്, വൈകൃതമൊന്നല്ല, ചിലരുടെ താല്പര്യം അങ്ങനെയാണ്, അത് അതിനുള്ള അവകാശം അവർക്കുണ്ട് എന്ന് പറയുന്ന ഒരു കാലഘട്ടത്തിലെ എല്ലാ സാമൂഹ്യ അന്തരീക്ഷത്തിൽ ജീവിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മളെ മക്കള്. നമ്മ വിചാരിക്കുന്ന പോലെയല്ലേ, നമുക്കിത് അറപ്പാണ്, വെറുപ്പാണ്, പാമ്പാണ്, ഇത് സംസ്കാര ശൂന്യതയാണെങ്കിൽ മക്കളെ സംബന്ധിച്ചിട്ട് പിന്നെ എന്താണ്, പിന്നെ മനുഷ്യാവകാശമാണ്, ഹ്യൂമൻ റൈറ്റ്സ് ആണ് അവരെ സംബന്ധിച്ച്. ഇതിനെപ്പറ്റി മോശപ്പെട്ടിട്ട് സംസാരിക്കാനേ പാടില്ല എന്ന് പറയുന്ന ഒരു കാലഘട്ടത്താണ് നമ്മുടെ കുട്ടികൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അവരിത് സ്വാധീനിക്കും. നമ്മൾക്ക് എല്ലാ ആളുകളും ആദ്യം തകർക്കാൻ നോക്കുന്നത് എന്താ? കുടുംബ സംവിധാനത്താണ്. എല്ലാ നിരീശ്വരവാദി ആദ്യം തന്നെ ഇല്ലാതാക്കുന്ന എന്താ? കുടുംബ സംവിധാനം ഉണ്ടാവരുത്. ഭൂമിയിൽ പടച്ച റബ്ബ് ധാർമ്മികതയുള്ള സമൂഹത്തെ വളർത്തിയെടുക്കുന്നതിന് വെച്ചിട്ടുള്ള ആദ്യത്തെ പടിയാണ് ഫാമിലി എന്ന് പറയുന്നത്. ഫാമിലി എന്ന് പറയുന്നത് അള്ളാഹു ഭൂമിയിൽ മനുഷ്യരെ ധാർമ്മികമായിട്ട് വളർത്തിയെടുക്കുന്നതിനുള്ള ആദ്യത്തെ സ്റ്റെപ്പ് മനുഷ്യൻ പഠിക്കുന്നത് ഫാമിലി എന്നാണ്. ആ ഫാമിലി അങ്ങോട്ട് ഇല്ലാതായി നോക്കി. ഫാമിലി ഇല്ലാതായി കഴിഞ്ഞാൽ പിന്നെ മനുഷ്യനെ ഏത് വൃത്തികേടിലേക്കും വളച്ചും തിരിച്ചു കൊണ്ടുപോകാൻ ശൈത്താൻ കഴിയും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പിന്നെ പഠിപ്പിച്ചൊരു ഹദീസ്, ഇമാം മുസ്ലിം ഉദ്ധരിച്ച ഹദീസാണ്. ആ ഹദീസിൽ കാണാം, പിന്നെ ശൈത്താനെ പറ്റിയിട്ട്, ഇബ്ലീസിനെ പറ്റിയിട്ട് പറഞ്ഞാണ്, ഇബ്ലീസ് അവന്റെ സിംഹാസനം പിന്നെ വെള്ളത്തിന്റെ മുകളിൽ വെച്ചു. എന്നിട്ട് ഇബ്ലീസ് എന്ത് ചെയ്തു? തന്റെ സൈന്യത്തെ ലോകത്തിലേക്ക് ഇങ്ങനെ അയച്ചു. ശൈത്താന്മാർ അയച്ചു ഇബ്ലീസ്. എന്നിട്ട് ഓരോ ശൈത്താന്മാര് ഇബ്ലീസിന്റെ അടുത്തേക്ക് വരും. അപ്പൊ ഇബ്ലീസ് അവരോട് ചോദിക്കുന്ന ഹദീസാണ്, ഇമാം മുസ്ലിം ഉദ്ധരിച്ച ഹദീസാണ്. ഇബ്ലീസ് അവരോട് ചോദിക്കും, ഇന്ന് നീ എന്തൊക്കെ ചെയ്തു? അപ്പൊ അവര് പറയും ഇന്നതൊക്കെ ചെയ്തു എന്ന് ഓരോരുത്തർ വന്ന് പറയും. ഇബ്ലീസിന് തീരെ തൃപ്തിയില്ല. ഓരോ പാപങ്ങൾ മനുഷ്യനെ കൊണ്ട് ചെയ്യിപ്പിച്ചത് പറയും. ഞാൻ കള്ളുടിപ്പിച്ചു, ഞാൻ ചീറ്റ് കളിപ്പിച്ചു, ഞാൻ വ്യഭിചരിപ്പിച്ചു എന്നൊക്കെ ഇങ്ങനെ ഓരോ പാപങ്ങൾ പറയുമ്പോൾ ഇബ്ലീസിന് ഇങ്ങനെ പോരാ, അതൊന്നും പോരാ. ഇബ്ലീസ് അതിനേക്കാൾ എന്തൊക്കെയോ പ്രതീക്ഷിക്കുന്നുണ്ട് ശൈത്താന്മാരിൽ നിന്ന്. അങ്ങനെ അവസാനം ഒരുത്തം വരും. ആ വന്നവനോട് ചോദിക്കും, ഇബ്ലീസ് നീ എന്താ ചെയ്തത്? അവൻ പറഞ്ഞു, ഞാൻ പിന്നെ ഒരുത്തനെയും അവന്റെ ഭാര്യയെയും തമ്മിൽ ഭിന്നിപ്പിക്കുന്നത് വരെ അവിടെ നിന്ന് വിട്ടുപോകുന്നില്ല. അവരെ ഭിന്നിപ്പിച്ചതിന് ശേഷമാണ് ഞാൻ പോകുന്നത്. ഇബ്ലീസ് ഇങ്ങനെ ചേർത്ത് പിടിച്ച് നീയാണ് അടിപൊളിന്ന് ഇബ്ലീസ് പറയുന്നത്. നിങ്ങൾ ആലോചിക്കുക, എല്ലാ പാപത്തിനേക്കാൾ ഇബ്ലീസിന് ഇഷ്ടപ്പെട്ടത് എന്തായി? എല്ലാ തോന്നിവാസം ചെയ്യിപ്പിക്കുന്നതിനേക്കാൾ ഇബ്ലീസ് ആ ശൈത്വാനിൽ നിന്ന് കൂടുതൽ ഇഷ്ടപ്പെട്ടത് എന്താണ്? കുടുംബജീവിതത്തെ താറുമാറാക്കുക, ഫാമിലിയെ ഇല്ലാതാക്കുക, ഭാര്യയെയും ഭർത്താവിനെയും തമ്മിൽ തെറ്റിച്ചു കളയുക. അതുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ട്, നിങ്ങൾ വീട്ടിൽ എപ്പോഴും സൂറത്തുൽ ബഖറ ഓതണം. വീട്ടിലെപ്പോഴും സൂറത്തുൽ ബഖറ ഓതണം. വീട്ടിലായിരിക്കും അധിക സമയത്ത് സ്ത്രീകൾ നമസ്കരിക്കുക. അപ്പൊ സ്ത്രീകൾ നിസ്കാരം കഴിഞ്ഞു കഴിഞ്ഞാൽ, പ്രത്യേകിച്ച് മഗ്രിബിന്റെ സമയം, റസൂലുള്ളാഹി പ്രത്യേകം പഠിപ്പിച്ചു. ഇതൊക്കെ അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിച്ചത് വെറുതെ നമ്മൾ കഥ കേട്ടിരിക്കാൻ വേണ്ടി പഠിപ്പിച്ചതല്ല, ശ്രദ്ധിക്കാനും സൂക്ഷിക്കാനും വേണ്ടിയിട്ട് പഠിപ്പിച്ചതാ. മഗ്രിബിന്റെ സമയം എന്ന് പറഞ്ഞാൽ ശൈത്താന്മാർ വ്യാപിക്കുന്ന സമയമാണെന്നാണ് റസൂലുള്ളാഹി പഠിപ്പിച്ചത്. അവിടെ കുട്ടികളെ പുറത്ത് ഇറക്കരുത് എന്ന് പറഞ്ഞല്ലോ. മഗ്രിബ് മുതൽ ഇശാ വരെ പിശാചുക്കൾ ഭൂമിയിൽ വ്യാപിക്കുന്ന സമയമാണ്. അപ്പൊ ചില ആൾക്കാർക്ക് എന്തിനിപ്പോ പിശാച് ആ സമയം തന്നെ തെരഞ്ഞെടുത്തു? ചില ആൾക്കാർക്ക് പരിഹാസമാണ്, പിശാച് എന്തിനാ ആ സമയം തെരഞ്ഞെടുത്തു, അള്ളാഹ് എന്തിനു സമ്മതിച്ചു എന്നൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കുക. അപ്പൊ അവനോടൊക്കെ ചോദിച്ചിട്ട് വേണം പടച്ചോന് ഇവിടുത്തെ പ്രപഞ്ച സംവിധാനം ഇങ്ങനെ തീരുമാനിക്കാൻ. അങ്ങനെ വിചാരിക്കുന്ന ചില ആൾക്കാരുണ്ട്. അള്ളാഹ് റസൂൽ എന്ത് പറഞ്ഞോ അതങ്ങോട്ട് വിശ്വസിച്ചോളണം, അള്ളാഹ് റസൂലും പഠിപ്പിച്ചത് അങ്ങോട്ട് വിശ്വസിച്ചോളണം. ആ സമയത്ത് വ്യാപിക്കുന്ന റസൂൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ വ്യാപിക്കും. ആ സമയത്ത് കുട്ടികളെ നിങ്ങൾ പുറത്തു വിടരുത്. ഇശാക്ക് ശേഷം വിട്ടോന്നും പറയും. നിങ്ങൾ ഹദീസ് പ്രത്യേകം ശ്രദ്ധിച്ചറിയാം. മഗ്രിബിന് ശേഷം വിടരുത്, ഇശാക്ക് ശേഷം വിട്ടോ. അപ്പൊ മഗ്രിബ് ടു ഇശയുടെ ആ വഖത്താണ് ഏറ്റവും അധികം പിശാചുക്കൾ. ആ സമയത്ത് വീട്ടിൽ നമസ്കാരം കഴിഞ്ഞ സ്ത്രീകൾ നിസ്കാരം കഴിഞ്ഞ മുസല്ലയിൽ ഇരുന്നിട്ട് അവര് സൂറത്തുൽ ബഖറ പാരായണം, അവിടുന്ന് ഏതെങ്കിലും ഒന്ന് പാരായണം ചെയ്യും. അത് ആ കുടുംബത്തിനുണ്ടാക്കുന്ന ബർക്കത്ത് എന്ന് പറഞ്ഞാൽ വലിയ ബർക്കത്തായിരിക്കും. അള്ളാഹുവിന്റെ പ്രൊട്ടക്ഷൻ ഉണ്ടാവും. പടച്ചവൻ ആ കുടുംബത്തെ സംരക്ഷിക്കും. പഴയ കാലത്ത് നമ്മളെ കുട്ടികളൊക്കെ വീട്ടിൽ ദിക്റില്ലേ അല്ലെ? എല്ലാ വീട്ടിലും നമ്മളിങ്ങനെ പണ്ട് കൂടുതൽ നടന്നിട്ടാണല്ലോ പോവാ. എല്ലാ വീട്ടിലും നമുക്കിങ്ങനെ മഗ്രിബിന്റെ സമയത്ത് കാണാൻ വല്യമ്മയും വല്യപ്പയും പിടിച്ചിരുത്തിയിട്ട് ദിക്റ് ചെല്ലിപ്പിക്കുന്ന കുട്ടികളെ. അപ്പൊ
കുട്ടികൾ ഇങ്ങനെ ദിക്റിൽ ഉണ്ടാവും, ചിലർ പിന്നെ ഫാത്തിഹ ഓതുണ്ടാവും, ചിലർ യാസീൻ ഓതുണ്ടാവും, ചിലർ ബഖറ ഓതുണ്ടാവും. അങ്ങനെ ദിക്റും ദുആകളും കൊണ്ട് മഗ്രിബിന്റെ ഒരു പ്രത്യേക സമയത്ത് പഴയ കുടുംബങ്ങൾ പ്രത്യേകിച്ച് വീടിനെ അലങ്കരിച്ചിരുന്നു ദിക്റ് കൊണ്ട്. അപ്പൊ പിന്നെ വല്യപ്പാക്ക് മൊബൈലിൽ നിന്ന് കണ്ണെടുക്കാൻ സമയമില്ലല്ലോ, പിന്നെ പേരക്കുട്ടീനെ ദിക്റിലിപ്പിക്കാൻ പറ്റൂല. മൂപ്പരിങ്ങനെ ഭക്തിന് തോണ്ടുന്നില്ല. അപ്പൊ അതുകൊണ്ട് സമയമില്ല. പ്രത്യേകിച്ച് നിങ്ങളാലോചിച്ച് ഞാൻ വെറുതെ പറയുന്നല്ല കേട്ടോ, ഏറ്റവും അധികം മൊബൈൽ അഡിക്ഷൻ ഉണ്ടാവുന്നത് 60 കഴിഞ്ഞവർക്കാണ്. കാര്യ പുതിയ സ്റ്റഡി പറയാ, മൊബൈൽ അഡിക്ഷൻ ഉണ്ടാവുന്നത് 60 കഴിഞ്ഞവർക്കാണ്. നിങ്ങൾ നോക്കിക്കോ, എല്ലാ കാരണന്മാരും നോക്കിക്കോ, ഭയങ്കര സീരിയസ് ആയിട്ട് ഇരുന്നിട്ട് ഇങ്ങനെ തിരിച്ചോണ്ടിരിക്കുകയാണ്. കാരണന്മാരും വല്യമാരും വല്യപ്പാരൊക്കെ. കുറച്ചുകൂടെ ആണുങ്ങളാണ് കൂടുതൽ എന്ന് പറയുന്നത്. സ്ത്രീകൾ തന്നെ എന്ന് പറഞ്ഞാൽ ഈ ഇതിങ്ങോട്ട് ചെയ്താൽ നമ്മളെ കയ്യിൽ ഇങ്ങോട്ട് തന്ന് നമുക്ക് ഒന്നിനും സമയമില്ല. ഇത് തിരിച്ചോണ്ടിരിക്കാൻ അതിൽ നല്ലതുണ്ട് കേട്ടോ, കേൾക്കാൻ നന്നായിട്ട് ഉപയോഗിക്കാനും പറ്റും അല്ലേ. പക്ഷെ അതൊന്നല്ല, നമ്മളിങ്ങനെ ഇരുന്ന് പോവാ. അപ്പൊ കുട്ടീനെ ദിക്റിലിപ്പിക്കാനോ സംസ്കാരം പഠിപ്പിക്കാനോ കൾച്ചർ പഠിപ്പിക്കാനോ ഒന്നിനും നമുക്ക് സമയമില്ല. മാത്രമല്ല, നിങ്ങൾ ഏറ്റവും കൂടുതൽ കോപിഷ്ടരാകുന്നതാണ് ഈ സാധനം ഉപയോഗിക്കുക. അഗ്രസീവ് ആവുന്ന ഒരു അവസ്ഥ, മനുഷ്യന് കോപിഷ്ടനാകുന്ന, എല്ലാത്തിനും ഇങ്ങനെ പൊട്ടിത്തെറിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് മനുഷ്യനാകുന്നത് ഈ സാധനത്തിന്റെ ഉപയോഗം അതിനെ കൂടുതൽ കാരണമാക്കുന്നു. ഇപ്പൊ ചില വല്യപ്പാരൊക്കെ വിളിച്ചു കഴിഞ്ഞാൽ ഒന്നും പറയാൻ പറ്റില്ലല്ലോ. വീട്ടിൽ നിന്ന് ആകെ ഒച്ചയും ബഹളവും അല്ലെ. ഒന്ന് ചോദിച്ചാൽ രണ്ടിന് പ്രശ്നം. ഇതൊക്കെ കാരണത്തിൽ പ്രധാനപ്പെട്ട മൊബൈലാണെന്ന്. നിങ്ങൾ കുറച്ച് ദിവസം മൊബൈൽ ഉപയോഗിക്കാണ്ടിരുന്നെങ്കിൽ നല്ല ശാന്തനായി നല്ല വല്യപ്പയിരിക്കും, നല്ല മനുഷ്യനായിരിക്കും. ഈ സാധനം ഇങ്ങനെ നിരന്തരം ഉപയോഗിച്ചിട്ട് നമ്മളെ ഹോർമോണിക്കൽ പല മാറ്റങ്ങൾ വരുന്നു, ബ്രെയിന് മാറ്റം വരുന്നു, സ്ട്രെസ് വരുന്നു. അപ്പൊ പിന്നെ നമുക്ക് എന്താ സ്വസ്ഥത ഇല്ലെങ്കിൽ പിന്നെ നമുക്ക് ദേഷ്യം പിടിക്കുമല്ലോ. ഈ അസ്വസ്ഥതകൾ ഉണ്ടാക്കുന്നു. അപ്പൊ കുടുംബങ്ങളിൽ ശ്രദ്ധിക്കേണ്ട ഘടകങ്ങളെ ശ്രദ്ധിക്കുക. അത് മറന്നു തുടങ്ങി, അവിടെ വീഴ്ച തുടങ്ങി, പിന്നെ പാളിച്ചകൾ, പാകപ്പിഴകൾ അത് കുടുംബ സംവിധാനത്തിൽ കാണുന്നു എന്നത് കേരള നേതൃത്വം തിരിച്ചറിഞ്ഞുകൊണ്ടാണ് ഈ കാലത്ത് ഈ ക്യാമ്പയിന് പ്രഖ്യാപിച്ചത്. ഇപ്പൊ ചില ആൾക്കാർ ചോദിക്കാറുണ്ട് പിന്നെ ഫാമിലി മീറ്റിനെ പറ്റി, പവിത്രമാണ് കുടുംബം, പിന്നെ പരിശുദ്ധമാണ് ബന്ധങ്ങൾ. ഇതൊക്കെ ഇപ്പൊ തന്നെ പറയണോ? ഇതൊക്കെ പറയേണ്ട സമയമാണ്. ഇപ്പൊ നമ്മൾ ഫാഷിസ കാലത്തിൽ ഫാഷിസവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളല്ലേ സംസാരിക്കേണ്ടത് ചോദിക്കും. ഈ ഫാഷിസം പറഞ്ഞിരിക്കും നമ്മളെ കുടുംബം വേറെ സ്ഥലത്തുനിന്ന് ചുരണ്ടി കൊണ്ടുപോയിട്ടുണ്ടാവും. ഒരു കാലത്തും ഒന്ന് പറയണ്ട, മറ്റേത് പറഞ്ഞാൽ മതി എന്നുള്ളൊരു കാലമില്ല. എല്ലാ കാലത്തും എല്ലാം പറയണം. ചിലപ്പോൾ ചിലത് കൂടുതൽ പ്രാധാന്യത്തോടെ പറയേണ്ടി വരും എന്ന് മാത്രമല്ലോ, ഒന്നും ഒഴിവാക്കേണ്ട ആവശ്യമില്ല. ഇപ്പൊ നോക്കി നമ്മളെ വയലുകൾ വല്ലതും നടക്കാറുണ്ടോ? വല്ല ഖണ്ഡന മണ്ഡലം നടക്കാറുണ്ടോ? ഇപ്പൊ നബിദിനാണ് നടക്കുന്നത്, ഒരു വയല് നമ്മൾ അടന്നിട്ടുണ്ടോ? ഇത് വിദഗ്ധാണെന്ന് പറഞ്ഞിട്ട് ഇല്ല. കാരണം എന്താ? ഫാഷിസകാലാണ്. അതുകൊണ്ട് നമ്മള് മുസ്ലിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും അഭിപ്രായ ഭിന്നത്തുള്ള വർത്തമാനങ്ങൾ പറയണ്ട. എന്നിട്ട് എന്തൊക്കെ ഉണ്ടായി സൊസൈറ്റിയിൽ? എന്തൊക്കെ ഗുണമുണ്ടായി? നിങ്ങൾ ഒരു ഗുണം ഉണ്ടായില്ല എന്ന് മാത്രമല്ല, ഫാഷിസം നന്നായി വളർന്നുകൊണ്ടിരിക്കുന്നു. ഫാഷിസത്തിന്റെ വളർച്ച അത് തടുക്കേണ്ട വേറെ രൂപത്തില്ല, പൊളിറ്റിക്കലായിട്ടാണ് അത് തടുക്കേണ്ടത്. അല്ലാണ്ട് നമ്മളെ വയലിർത്തിയിട്ടല്ല തടുക്കേണ്ടത്. ഇപ്പൊ നോക്ക് പോയി ഇപ്പോ നിങ്ങൾ കണ്ടല്ലോ, ഒരു ടീച്ചർ ഓണം ആഘോഷിക്കണ്ടെന്ന് കുട്ടികളോട് പറഞ്ഞതിന്റെ പേരിൽ ഇപ്പൊ കേസ് എടുക്കാണ്. ഇതെന്താ അവസ്ഥ? പെരുന്നാൾ ആഘോഷിക്കണ്ടെന്ന് പറഞ്ഞാൽ കേസ് എടുക്കാൻ പറ്റുമോ? നിങ്ങൾ ആലോചിക്കുക, ഏത് ലോകാണിത്? ഒരു ടീച്ചർ പറയാണ് പിന്നെ ബലി പെരുന്നാളിന് ഹിന്ദു കുട്ടികൾ സഹകരിക്കണ്ട, അവരാഘോഷിക്കണ്ട. എന്താ കാരണം? ബലി നടക്കുന്നുണ്ട്, ബലി നമുക്ക് പറ്റൂല. അങ്ങനെ പറ്റാത്ത ഹിന്ദുട്ടോ, പറ്റുന്ന ഹിന്ദുണ്ട്, നന്നായിട്ട് പോത്തിറച്ചിങ്ങനെ ഹിന്ദുണ്ട്, അവരുടെ കാര്യമല്ല പറയുന്നത്. മറിച്ച് വല്ല ബ്രാഹ്മൺസോ അങ്ങനെ വല്ലവരുണ്ടെങ്കിൽ അവർ പറയാണ് നമ്മൾ ചെയ്യുന്നത്. കാരണം ശരി, അപ്പൊ നമ്മളവർ നീ ഞങ്ങളെ ബലി പെരുന്നാളിൽ പങ്കെടുക്കൂല, എന്നാ നീ രാജ്യദ്രോഹി, വർഗീയവാദി, ഇങ്ങനെ പറയാൻ പാടുണ്ടോ? അപ്പൊ നമ്മളാണല്ലോ ഫാഷിസ്റ്റ്. നോക്കൂ, ജനാധിപത്യം എന്ന് പറഞ്ഞാൽ എന്താ? എനിക്കിഷ്ടമുള്ളത് വലിച്ചെറിയാനുള്ള അവകാശം ഉണ്ടാവണം. എനിക്കിഷ്ടമുള്ളത് സ്വീകരിക്കാം, എനിക്കിഷ്ടമുള്ളത് ഉപേക്ഷിക്കാം. തിരസ്കരിക്കാനുള്ള സ്വാതന്ത്ര്യം പോണം ജനാധിപത്യത്തിൽ. തിരസ്കരിച്ച ഇപ്പൊ എന്താ ടീച്ചർക്ക് പറഞ്ഞാല്? ഓണത്തെ സംബന്ധിച്ച് വിവിധ കാഴ്ചപ്പാടുണ്ടാവും. പക്ഷെ ഇന്നൊരു ഓണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? അത് അവതാര സങ്കല്പേറ്റു, ദൈവാവതാരമായിട്ട് ബന്ധപ്പെട്ടു ഒക്കെ തന്നെയാണ് ഇന്നത്തെ ഓണം. കാർഷികോത്സവം ഓണം എവിടെ? അത് കാണുന്നില്ലല്ലോ. അപ്പോഴെല്ലാം മസാല വരണ്ടല്ലോ. ഇപ്പൊ കാണുന്ന ഓണം എന്താണ്? ഒരു ദൈവാവതാരമായിട്ട് ബന്ധപ്പെട്ട. അപ്പൊ അതിനോട് ഒരാൾക്ക് വിയോജിപ്പ് എന്ന് വിചാരിക്കുക. വിയോജിപ്പ് ഇവിടെ പറ്റൂല, വിയോജിക്കാൻ പറ്റൂല, ചേർന്നേ പറ്റൂ. ഇതാണ് ഫാഷിസം. ഇത് മതേതരത്തല്ല, ഇത് ജനാധിപത്യല്ല, ഇത് ഫാഷിസാണ്. നമ്മൾ കീഴ്പ്പെട്ട് മിണ്ടണ്ട, ആരോ ഒന്നും പറയണ്ട. നിങ്ങൾ ആലോചിച്ച് കൂട്ടർക്ക് പെരുന്നാളിനോട് വിമർശനം, നിങ്ങൾ വിമർശിക്കേ. ബലി പെരുന്നാൾ പറ്റില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ വിമർശിക്കും.
വിമർശിച്ചോ മാറിയെന്നോ എന്താ പ്രശ്നം? ഒരു മൃഗബലി പാടില്ല, പാപാണെന്ന് വിശ്വസിക്കണം, പിന്നെ പെരുന്നാളിന് കൂടാൻ പറ്റും? നിങ്ങൾ ആലോചിക്കുക, കൂടാൻ പറ്റും? മൃഗബലി പാപാണെന്ന് വിശ്വസിക്കുന്ന ആൾക്കാരുണ്ട്, ഇന്ത്യയിലുണ്ട്. ചെറിയ ശതമാനമാണെങ്കിൽ ഇന്ത്യയിലുണ്ട്. ഇന്ത്യയിൽ 70% മനുഷ്യരും അത് അർത്ഥത്തിൽ തിന്നോരുണ്ടോ? 30%ന്റെ കഥ നീ പറഞ്ഞു. ആ 30% അങ്ങനെ വിശ്വസിക്കുന്നുണ്ടല്ലോ. അവരെ പിടിച്ചിട്ട് പറ്റൂല, നിങ്ങൾ ഇതിന് ചേർന്നേ പറ്റൂ എന്ന് പറഞ്ഞാൽ എന്താ ഇതിന്റെ അർത്ഥം? ഇതന്നല്ലേ ഇപ്പൊ ഫാഷിസം, ഇതന്നല്ലേ പിന്നെ പാടില്ല എന്ന് നമ്മൾ പറയുന്ന സാധനം. അപ്പൊ മൊത്തത്തിൽ എന്താ വെച്ചാൽ നമ്മുടെ സാമൂഹികാന്തരീക്ഷത്തിനെ എന്തൊക്കെയോ വഷളാക്കി കളഞ്ഞു. അപ്പൊ നമ്മള് വയലില്ല, ഒന്നുമില്ല. കുടുംബജീവിതത്തെ പറ്റി തന്നെ പറഞ്ഞോളം, പറഞ്ഞില്ലെങ്കിൽ പ്രശ്നമുണ്ട്. നമ്മൾ വിചാരിക്കുന്നതല്ല, തലമുറയില്ല. ഇപ്പൊ തന്നെ നിങ്ങൾ ആലോചിക്കും, എത്ര മക്കൾ ഉണ്ട്. ഇപ്പൊ MSMന്റെ പ്രായമുള്ള കുട്ടികൾ നമ്മളെ പള്ളിയിൽ വന്നു പോകുണ്ടാവും, ISM പ്രായമുള്ള കുട്ടികൾ ചെക്കന്മാർ വന്നു പോകുണ്ടാവും. എത്ര ആൾക്കാർ സജീവമായിട്ട് രംഗത്തുണ്ട്. പള്ളിയിൽ അവർ വരും പോകും. കാരണം എന്താ? പള്ളി അള്ളായിട്ട് ബന്ധമുള്ളതാണ്. ഇന്നത്തെ ദീൻ എന്ന് പറഞ്ഞതാണ് ആരാധിക്കാൻ ദൈവത്തിന് ഞങ്ങൾ ഒരിടം കൊടുക്കും. അതിന്റെ അപ്പുറത്ത് ഞങ്ങളെ ജീവിതത്തിൽ വേറെ നിയമങ്ങളോ നിർദ്ദേശങ്ങളോ എന്നായിട്ട് ആരും വരണ്ട. ദൈവമുണ്ട്, ദൈവത്തെ ഞങ്ങൾ ആരാധിക്കും. ആവശ്യമുള്ള സമയത്ത് ആരാധനക്ക് വേണമെങ്കിൽ നിങ്ങൾ സിസ്റ്റം വെച്ചോ, ഞങ്ങൾ വന്ന് ആരാധിച്ചോളാം. ജീവിതത്തിൽ സിസ്റ്റം വെക്കരുത്. ഇപ്പോഴത്തെ കാര്യമാണ്, ഞാനിത് വെറുതെ പറയണല്ല. നിങ്ങൾ പള്ളി വരുന്ന കുട്ടികളൊക്കെ കൃത്യമായിട്ട് പടച്ചവനും കീഴ്പ്പെട്ട് പടച്ചവനെ ഹൃദയത്തിൽ ഉൾക്കൊണ്ടിട്ട് നടക്കണമെന്നാണോ വിചാരിച്ചത്? എല്ലാ മക്കളും അങ്ങനല്ല. അവരുടെ ന്യൂ ജനറേഷന്റെ കാഴ്ചപ്പാടതാണ്. ആരാധനക്ക് നിങ്ങൾ എന്ത് ചെയ്തോ, സിസ്റ്റം വെച്ചോ, ഞങ്ങൾ വന്നേക്കാം. ജീവിതത്തിന് സിസ്റ്റം വെക്കരുത്, അത് ഞങ്ങൾ വെച്ചോ. ഞങ്ങളെ ലൈഫ് നിങ്ങൾ തീരുമാനിക്കരുത്, ഞങ്ങൾ ആരാധനകൾ തീരുമാനിച്ചോ. എന്നുവെച്ചാൽ ഒരു മിനിമം സമയമല്ലേ, നമുക്കാണ് ഇത്തിരി കൂടുതൽ 5 വഖത്ത് ഉള്ളത്. ബാക്കിയുള്ളവർക്ക് അതുമില്ല. ചിലർക്ക് ഞായറാഴ്ച ഒരു 10 മിനിറ്റിന്റെ കാര്യമുള്ളൂ, ചിലർക്ക് ഏതെങ്കിലും തിങ്കളാഴ്ച ഒരു അരമണിക്കൂറിന്റെ കാര്യമുള്ളൂ. നമുക്കാണ് ഇപ്പൊ കൂടുതൽ വരുന്നത്. ശരി, അതിന് തയ്യാറാണ് കുട്ടികൾ. പക്ഷെ ജീവിതത്തെ തീരുമാനിക്കാൻ വരുന്നത്. ഇസ്ലാം എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ മനസ്സിലാക്കി, ഇസ്ലാം എന്ന് പറഞ്ഞാൽ എന്താ? ഇസ്ലാം എന്ന് പറഞ്ഞാൽ എങ്ങനെ ജീവിക്കരുതെന്ന് പഠിപ്പിക്കാൻ പോകുന്ന മതമാണ്. എങ്ങനെ ജീവിക്കണം എന്ന് മാത്രമല്ല, എങ്ങനെ ജീവിക്കരുത്, എങ്ങനെ ആസ്വദിക്കണം, എങ്ങനെ ആസ്വദിക്കരുത്, എന്ത് കാണണം, എന്ത് കാണരുത്, എന്ത് തൊടണം, എന്ത് തൊടരുത്, ഇത് പഠിപ്പിക്കാൻ തന്നെ വന്ന മതാണ് ഇസ്ലാം. ഇസ്ലാം നിഷിദ്ധമാക്കും, പലതും നിഷിദ്ധാക്കും. നിഷിദ്ധായിട്ട് തന്നെ ഉൾക്കൊള്ളണം. അല്ലാതെ ഇങ്ങനെ ഇസ്ലാമിന്റെ പേരും പറഞ്ഞ് ഒരു നിസ്കാരത്തിൽ മൊത്തം ഇസ്ലാമീയത്തിന്റെ കുത്തക അവകാശപ്പെടുന്ന ഒരു ജീവിത രീതി നയിക്കാൻ പഠിപ്പിക്കാൻ വന്ന മതല്ല ഇസ്ലാം. മറിച്ച് ഇസ്ലാമിനെ സംബന്ധിച്ച് വമൻ അളല്ലു മിമ്മൻ ഇബ്തഅ ബിഗൈരി ഹുദൻ മിനല്ലാഹ്, അല്ലാഹു ചോദിച്ചത് പടച്ചവനിൽ നിന്നുള്ള ഹുദയില്ലാതെ, അല്ലാഹുവിൽ നിന്നുള്ള സന്മാർഗമില്ലാതെ സ്വന്തം ഇച്ഛയെ പിൻപറ്റിയവനേക്കാൾ വലിയ വഴികെട്ടവൻ ആരുണ്ട്? പടച്ചവന്റെ ചോദ്യം. എന്റെ ഇച്ഛനെ ഞാൻ പിൻപറ്റി, പക്ഷേ ബിഗൈരി ഹുദൻ മിനല്ലാഹ്, പടച്ചവനിൽ നിന്നുള്ള ഹുദയില്ല, പടച്ചോന്റെ ഗൈഡൻസ് ഇല്ല. ഞാൻ എന്റെ ഇഷ്ടത്തെ പിൻപറ്റിയാൽ ഏറ്റവും വഴികെട്ടവൻ ഞാനാണ്. രസങ്ങൾ തടയാൻ തന്നെയാണ് അല്ലാഹു വന്നത്. ദുനിയാവിന്റെ പല രസങ്ങളും തടയണം, ദുനിയാവിന്റെ പല സുഖങ്ങളും തടയണം. അങ്ങനെ തടയാൻ തന്നെയാണ് ദീൻ. ആളുകൾ ചോദിക്കപ്പോ എന്താ ഒരു സെലിബ്രേഷനും ഇല്ല? ദുനിയാവിന്റെ പല സെലിബ്രേഷൻ ഇസ്ലാം ഹറാമാക്കിയിട്ടുണ്ട്. ദുനിയാവിന്റെ പല സെലിബ്രേഷൻ ഹറാമാക്കിയിട്ട്. കാരണം എന്താ? അങ്ങനത്തെ ഒരു സെലിബ്രേഷൻ ആയിട്ട് ജീവിക്കുക, പിന്നെ ആഘോഷിച്ച് ജീവിക്കുക എന്നുള്ളത് ഇസ്ലാം സമ്മതിച്ചിട്ടില്ല. ആഘോഷത്തിന് കൃത്യമായിട്ട് മാനദണ്ഡം വെച്ചിട്ടുണ്ട്, അതിർത്തി വെച്ചിട്ടുണ്ട്, അതിർവരം വെച്ചിട്ടുണ്ട്. അള്ളാഹ്ക്ക് ഇഷ്ടമില്ലാത്ത നമ്മൾ ചെയ്യേണ്ട പണി എന്താ? നമ്മൾ മനസ്സിലാക്കണം. നമ്മളെ മക്കളെ പഠിപ്പിക്കും. നമ്മൾ മനസ്സിലാക്കിയിട്ടില്ല, പക്ഷെ നമ്മളെ മക്കളെ പഠിപ്പിച്ചു കൊടുക്കണം. അവരെ തലച്ചോറിലേക്ക് നമ്മൾ പഠിപ്പിച്ചു കൊടുക്കണം. എന്ത്? അള്ളാഹുവിന്റെ ഇഷ്ടവും എന്റെ ഇഷ്ടവും ഞാൻ പരിശോധിക്കണം. എന്നിട്ട് അള്ളാഹ്ക്ക് ഇഷ്ടമില്ലാത്ത എന്റെ ഇഷ്ടങ്ങളുണ്ടല്ലോ, അത് ഞാൻ തൂത്ത് കളയണം. അതാണ് ദീൻ. ദീൻ എന്ന് പറഞ്ഞാൽ അതാ. പടച്ചവന് ഇഷ്ടമില്ലാത്ത എന്റെ ഇഷ്ടങ്ങൾ, പടച്ചവന് വെറുപ്പുള്ള എന്റെ ഇഷ്ടങ്ങൾ, അത് ഇല്ലാതെ ഞാൻ തൂത്ത് കളയും, അതിനെ ഒഴിവാക്കി കളയാ, പറിച്ചു കളയാ. അതാണ് ദീൻ. അങ്ങനെയാണ് ദീൻ പരിശീലിക്കുക. അങ്ങനെയാണ് പടച്ചവനുമായിട്ടുള്ള ബന്ധം നമ്മൾ പരിശീലിച്ച് എടുക്കേണ്ടത്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, മൊത്തത്തിൽ സാമൂഹിക ക്രമത്തിൽ വലിയ മാറ്റം വന്നിരിക്കുന്നു. സാമൂഹികമായിട്ടുള്ള അവസ്ഥകളിൽ മാറ്റം വന്നു. ഫാഷിസത്തിന്റെ സ്വഭാവം സെക്യുലറിസത്തിൽ, കുടുംബജീവിതത്തെ തകർക്കുന്ന വ്യാപകമായിട്ടുള്ള പരിശ്രമങ്ങൾ സെക്യുലർ ഭാഗത്തു നിന്നും മറ്റു ഇസങ്ങളുടെ ഭാഗത്തു നിന്നും ഇങ്ങനെ കേട്ടോണ്ടിരിക്കുക. മക്കൾ ഇങ്ങനെ ഇതുമായിട്ട് ബന്ധപ്പെട്ടു.
നമ്മൾ മനസ്സിലാക്കണം, ഈ കാലഘട്ടത്തിൽ നമ്മളെ കുട്ടികളെ, നമ്മളെ കുടുംബത്തെ ഭദ്രമാക്കണം എന്ന് നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യേണ്ട ഒന്നാമത്തെ പണി എന്തറിയും? ഒന്നാമത്തെ പണി ഞാൻ ഇവിടെ ഉള്ള ഉപ്പാരോടും ഉമ്മാരോടും പറയാണ്, നിങ്ങൾ ഒരു കാര്യങ്ങൾ ചെയ്താൽ മതി, ഒറ്റ കാര്യം ചെയ്താൽ മതി. അത് നിങ്ങൾ കൃത്യമായിട്ട് നിങ്ങൾ സ്വീകരിക്കണം. വിശുദ്ധ ഖുർആനും അറിയിക്കാം. എന്നിട്ട് പിന്നെ വിശുദ്ധ ഖുർആൻ സൂറത്തുൽ ലുഖ്മാൻ എടുത്തിട്ട് 12 മുതൽ ഉള്ള അധ്യാപന ആയത്തുകൾ നിങ്ങൾ ഓതി നോക്കാം. 12 മുതൽ സൂറത്തുൽ ലുഖ്മാൻ 12ാമത്തെ ആയത്ത് മുതൽ ഇങ്ങനെ ഓതി നോക്കിയാൽ ലുഖ്മാൻ അലൈഹിസ്സലാം തന്റെ മകന് കൊടുക്കുന്ന ഉപദേശങ്ങൾ അവിടെ കാണാം. ഉപദേശങ്ങൾ കാണാം. ഞാൻ ആ ഉപദേശങ്ങൾ ഇങ്ങനെ പറയല്ല, കുറെ ഉണ്ട്, 10-11 ഉപദേശങ്ങൾ അവിടെ കാണാം. എന്താ? ശിർക്ക് ചെയ്യരുത്, മാതാപിതാക്കളോടുള്ള കടമ, അതുപോലെ തന്നെ അഹംഭാവത്തെ പറ്റി, ദുരഭിമാനത്തെ പറ്റിയിട്ട്, മിതത്വം പാലിക്കുന്നതിനെ പറ്റിയിട്ട്, സംസാരത്തിലെ മാന്യതയെ പറ്റിയിട്ട്, മനുഷ്യരോട് വിനയം കാണിക്കുന്നതിനെ പറ്റിയിട്ട് ഇങ്ങനെ കിടക്കാണ്. ആ 10-11 ഉപദേശം അത് മാത്രം നിങ്ങൾ എന്ത് ചെയ്താൽ മതി? നിങ്ങളെ മക്കളെ കൊണ്ട് അപ്ലൈ ചെയ്യിപ്പിച്ചാൽ മതി, വേറെ ഒന്നും ചെയ്യിക്കണ്ട. ആ പറഞ്ഞ 10-11 പറ്റുമെങ്കിൽ അതൊരു കോപ്പി എടുത്തിട്ട് ഒരു ഡിസൈൻ ചെയ്തിട്ട് വീട്ടിൽ ഒട്ടിച്ച് വെച്ചാൽ, വീട്ടിൽ നമ്മൾ സാധാരണ വെക്കുമല്ലോ, ചില ദിക്കറും ഇതൊക്കെ പോസ്റ്ററൊക്കെ വെക്കുമല്ലോ, അതുപോലെ ഒന്ന് ഒട്ടിച്ചു വെച്ചാൽ ഇത് നമ്മളെ വീടിന്റെ മാനിഫെസ്റ്റോ എന്ന് തീരുമാനിച്ചാൽ മതി. നമ്മളെ വീടിന്റെ മാനിഫെസ്റ്റോ, നമ്മളെ വീടിന്റെ ഐഡിയോളജി അതാണ്. ഇതനുസരിച്ചിട്ട് ഈ കുടുംബത്തെ എല്ലാവരും ജീവിക്കാൻ പോണത് എന്നൊന്ന് തീരുമാനിച്ചു നോക്കിയേ. നിങ്ങൾ വേറെ ഒന്നിനും പോണ്ട, ഒരു കൗൺസിലിനും പോണ്ട, ഒരു സൈക്കോളജിസ്റ്റിന്റെ അടുത്തും പോണ്ട, മക്കളെ പഠിപ്പിച്ചാൽ മതി. ഈ പറഞ്ഞ കാര്യങ്ങൾ പാലിച്ചാൽ മതി. നോക്കൂ, ആ പറഞ്ഞ കാര്യം ഒരാൾ പാലിച്ചാൽ പിന്നെ ടെൻഷന്റെ ആവശ്യമില്ല. അത്രക്കും ക്ലിയർ ആണ് ആ കാര്യം. അല്ലാഹു സുബ്ഹാനഹു വതആല അത് തുടങ്ങണ എന്തറിയോ? വലഖദ് ആതൈനാ ലുഖ്മാനൽ ഹിക്മത അനിഷ്കുർ ലില്ലാഹ്. ആർക്ക്? ലുഖ്മാനിന് ഞാൻ ഹിക്മത്ത് കൊടുത്തു, ലുഖ്മാനിന് ഞാൻ പിന്നെ തത്വജ്ഞാനം പഠിപ്പിച്ചു എന്ന് പറഞ്ഞിട്ട് അല്ലാഹ് പറയാ എന്താ? അനിഷ്കുർ ലില്ലാഹ്. നിങ്ങൾ പടച്ചവനോട് നന്ദി കാണിക്കണം, പടച്ചവനോട് നന്ദി കാണിക്കണം. വമൻ യശ്കുർ, ആരാണ് നന്ദി കാണിക്കുന്നത്? ഫഇന്നമാ യശ്കുറു ലിനഫ്സിഹി, അവൻ സ്വന്തം നഫ്സിന്, സ്വന്തത്തിന് തന്നെയാണ് നന്ദി കാണിച്ചത്. വമൻ കഫറ, ആരാണ് നന്ദി കേട് കാണിച്ചത്? ഫഇന്നല്ലാഹ ഗനിയ്യുൻ ഹമീദ് എന്ന് മനസ്സിലാക്കിക്കോ. പടച്ചവൻ ഈ ആളുകളുടെയൊക്കെ ഔദാര്യം നോക്കി നടക്കുന്നവനല്ല, അവൻ ഗനിയാണ്, അവൻ ഹമീദാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞിട്ടാണ് ഇത് തുടങ്ങുന്നത്. ലുഖ്മാൻ അലൈഹിസ്സലാം കൊടുത്ത ഉപദേശം. ആ ഉപദേശത്തിലെ ഒറ്റ കാര്യം മാത്രമേ ഞാൻ പറയാം, നിങ്ങൾ സ്വന്തമായിട്ട് വായിച്ച് പഠിച്ചോളണം. എന്നിട്ട് അത് മാത്രം വീട്ടിൽ മക്കളിൽ അപ്ലൈ ചെയ്താൽ മതി. നിങ്ങളെ മക്കളുണ്ടല്ലോ ലോകത്തിന്റെ മാതൃകകളായിട്ട് മാറും. അത് മാത്രം ചെയ്താൽ വേറെ ഒരു സ്ഥലത്തേക്കും പോണ്ട, വേറെ ഒരു കൗൺസിൽ സെന്ററിലേക്കും പോണ്ട, ഒരു സൈക്കോളജിസ്റ്റിന്റെ അടുത്തേക്കും പോണ്ട. ഈ ലുഖ്മാൻ അലൈഹിസ്സലാം കൊടുത്തിട്ടുള്ള ഈ സാരോപദേശം, മക്കൾക്ക് കൊടുക്കാനുള്ള സാരോപദേശം, അത് മാത്രം നമ്മുടെ വീട്ടിൽ നമ്മളെ കുട്ടികൾക്ക് അപ്ലൈ ചെയ്ത് കൊടുത്താൽ വേറെ ഒന്നും ആവശ്യമില്ല. അവിടെ അദ്ദേഹം മകനെ വിളിച്ചിട്ട് പറഞ്ഞു, യാ ബുനയ്യ, 17ാമത്തെ ആയത്തിൽ കാണാം, യാ ബുനയ്യ, എന്റെ പൊന്നുമോനെ, അഖിമിസ്സല, നീ നിസ്കാരം നിലനിർത്തണം, നമസ്കാരം നിലനിർത്തണം. പിന്നെ അദ്ദേഹം പറഞ്ഞു, വഅ്മുർ ബിൽ മഅറൂഫ് വൻഹ അനിൽ മുൻകർ. വഅ്മുർ ബിൽ മഅറൂഫ്, നീ നന്മ കൽപ്പിക്കണം, നന്മ കൽപ്പിക്കണം. നിർത്തിയില്ല, വീണ്ടും പറഞ്ഞു വൻഹ അനിൽ മുൻകർ, തിന്മ വിരോധിക്കുക കൂടി വേണം. നീ നന്മ കൽപ്പിക്കണം, തിന്മ വിരോധിക്കണം. വസ്ബിർ അലാ മാ അസ്വാബക്, നിന്നെ ബാധിക്കുന്ന പ്രയാസങ്ങളിൽ നീ ക്ഷമിച്ചേക്കണം. ഇന്ന ദാലിക മിൻ അസ്മിൽ ഉമൂർ, നിശ്ചയമായിട്ട് അത് ദൃഢനിശ്ചയം ചെയ്യപ്പെടേണ്ട കാര്യമാണ് അദ്ദേഹം പറഞ്ഞു. ഇവിടെ നിങ്ങൾ ആലോചിക്കുക, അദ്ദേഹം മകന് കൊടുത്ത ഉപദേശം വഅ്മുർ ബിൽ മഅറൂഫ് വൻഹ അനിൽ മുൻകർ. ഇത് നമ്മളെ മക്കൾക്ക് നമ്മൾ കൊടുത്തിട്ടുണ്ടോ? നമ്മൾ ആലോചിക്കേണ്ട ഒരു ഘടകം. നമ്മളെ കുടുംബത്തിന്റെ ഒരു കൾച്ചർ ആയിട്ടുണ്ടോ ഈ സ്വഭാവം? ഈ സ്വഭാവം എന്റെ മക്കളോട് ഞാൻ ഉപദേശിച്ചിട്ടുണ്ട്. വഅ്മുർ ബിൽ മഅറൂഫ് വൻഹ അനിൽ മുൻകർ. മോനെ, നീ എന്ത് ചെയ്യണം? നന്മ കൽപ്പിക്കണം, തിന്മ വിരോധിക്കണം. അല്ലാഹു ഹറാമാക്കിയ കാര്യങ്ങൾ, അല്ലാഹു സുബ്ഹാനഹു വതആല തെറ്റാണെന്ന് പറഞ്ഞ കാര്യങ്ങൾ, ആ കാര്യങ്ങളെ എതിർക്കുന്ന പക്ഷത്ത് തന്നെ നീ ഉണ്ടാവണം. നിഷ്പക്ഷത ഇല്ലട്ടോ. ചിലർ വിചാരിക്കും നിഷ്പക്ഷത എന്ന് പറഞ്ഞ ചില ആൾക്കാർ ധാരണ പറയും, ഞാൻ നിഷ്പക്ഷനാണ്. നിഷ്പക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തോ സത്യസന്ധമായൊരു ഭാഗം എന്നാ വിചാരിച്ചിരിക്കുന്നത്. ഒരുത്തനും ഉമ്മാനെ തല്ലി, അപ്പൊ വേറൊരുത്തൻ പറയും ഞാൻ നിഷ്പക്ഷനാണ്. ഉമ്മാടെ ഭാഗത്തില്ല, മോന്റെ ഭാഗത്തില്ല. അതെന്ത് നിഷ്പക്ഷത അല്ലേ? അവിടെ ഒരു പക്ഷം വേണ്ടേ? വിശ്വാസിക്ക് ഒരു പക്ഷമുണ്ട്. ആ പക്ഷം തീരുമാനിച്ചത് വിശുദ്ധ ഖുർആനും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം.
ആ പക്ഷത്താണ് നിൽക്കാൻ പാടുള്ളൂ. ആ പക്ഷത്തിന് എതിരെ എന്ത് സൊസൈറ്റിയിൽ നടക്കണം കണ്ടോ, അതിനെ എതിർക്കുന്നവരായിട്ട് മക്കളെ മാറ്റണം. അതിനുപദേശിക്കണം. വിശുദ്ധ ഖുർആൻ വിശ്വാസിന്റെ സ്വഭാവത്തെ പറ്റി പറഞ്ഞപ്പോ എന്തറിയോ, വൽ മുഅ്മിനൂന വൽ മുഅ്മിനാത്ത്, നിശ്ചയമായിട്ടും വിശ്വാസികളും വിശ്വാസിനികളും ബഅദുഹും ഔലിയാ ബഅദ്, അവർ പരസ്പരം ഔലിയാക്കന്മാരാണ്, മിത്രങ്ങളാണ്. എന്നിട്ട് അവരെ പറ്റി അല്ലാഹ് പറഞ്ഞു, യഅ്മുറൂന ബിൽ മഅറൂഫ് വയൻഹൗന അനിൽ മുൻകർ, അവർ പരസ്പരം നന്മ കൽപ്പിക്കുന്നു, തിന്മ വിരോധിക്കുന്നു. ഇത് അവരുടെ സ്വഭാവമാണ്. വിശ്വാസിന്റെ സ്വഭാവമാണ് നന്മ കൽപ്പിക്കുക, തിന്മ വിരോധിക്കാതെ. ഇനി തിന്മ വിരോധിക്കുന്ന സാഹചര്യം ഇല്ലെങ്കിലോ? ആരാണ് തിന്മ വിരോധിക്കുന്ന സാഹചര്യം ഇല്ലെങ്കിലോ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചൊരു കാര്യമുണ്ട്. അള്ളാഹുവിന്റെ റസൂൽ പഠിപ്പിച്ചു. എന്താ അറിയോ? ഒരു തലമുറയിൽ തിന്മ വിരോധിക്കാത്തവരുണ്ടാവുക എന്ന് പറഞ്ഞാൽ ആ തലമുറ നശിച്ചു എന്നതിന്റെ അർത്ഥം. കാരണം അമ്പിയാക്കന്മാരെ പറ്റി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മാ മിൻ നബിയ്യിൻ ബഅസഹു അല്ലാഹു ഫീ ഉമ്മത്തിൻ ഖബ്ലി, എനിക്ക് മുമ്പ് ഒരു നബിനെ അള്ളാഹ് സമൂഹത്തിലേക്ക് അയച്ചിട്ടില്ല. എനിക്ക് മുൻപ് ഒരു നബിനെ അയച്ചിട്ടില്ല. ഇല്ലാ കാന ലഹു മിൻ ഉമ്മത്തിഹി ഹവാരിയൂന വ അസ്ഹാബുൻ, അദ്ദേഹത്തിന് ചില ഹവാരികളും അസ്ഹാബുകളും ഉണ്ടായി എന്ന് പറഞ്ഞാൽ അനുചരന്മാരും ശിഷ്യ പരമ്പരകളായിട്ടുള്ള ആളുകളും ഒക്കെ ഇല്ലാത്ത ഒരു നബി ഉണ്ടായിട്ടില്ല. എല്ലാ നബിമാര് വരുമ്പോഴും ആ നബിമാരോടൊപ്പം ചില ആൾക്കാരുണ്ടാവും. അത് കുറച്ചായിരിക്കും, ചിലപ്പോൾ 5 ആളാവും, 3 ആളാവും, ചിലപ്പോൾ 10,000 ആളാവും. പക്ഷെ ഏത് നബി വന്നാലും അദ്ദേഹത്തിന്റെ ഒപ്പം ചരിക്കുന്ന, അദ്ദേഹത്തിനോടൊപ്പം നിൽക്കുന്ന ചില ആളുകൾ ഉണ്ടായിരുന്നു. യഅഖുദൂന ബിസുന്നതിഹി വയഖ്തദൂന ബിഅംരിഹി, അദ്ദേഹത്തിന്റെ കൽപ്പന പാലിക്കുന്ന, അദ്ദേഹത്തിന്റെ ആ നബിയുടെ സുന്നത്ത് അനുധാവനം ചെയ്യുന്ന ഒരു തലമുറ ആദ്യം ഉണ്ടാവും. നമ്മളെ ഭാഷയെ പറഞ്ഞ സലഫുകൾ എന്നാണ്. നമ്മളെ ഭാഷ പറഞ്ഞ സലഫുകൾ. അങ്ങനത്തെ ഒരു വിഭാഗം ഉണ്ടാവും. എന്നിട്ട് റസൂലുള്ളാഹി പറയാ, സുമ്മ ഇന്നഹാ തഖ്ലുഫു മിൻ ബഅദിഹിം ഖുലൂഫു, പക്ഷെ അവർക്ക് ശേഷം വേറൊരു തലമുറ വരും. ആ സലഫുകൾക്ക് ശേഷം വേറൊരു തലമുറ വരും. യഖൂലൂന, അവരാണെങ്കിൽ പറയും, മാ ലാ യഫ്അലൂൻ, അവർ പ്രവർത്തിക്കാത്തത് പറയും. വയഫ്അലൂന മാ ലാ യുഅ്മറൂൻ, അവരോട് കൽപ്പിക്കാത്തത് അവർ ചെയ്തുകൊണ്ടിരിക്കും. അപ്പൊ പഴച്ച കക്ഷി, നബിന്റെ അനുയായികളിൽ പഴച്ച കക്ഷിന്റെ 2 പ്രത്യേകത എന്താ? ഒന്ന്, പ്രവർത്തിക്കാത്തത് പറയും. ചെയ്യാത്ത നന്മകളൊക്കെ വലിയ വർത്താനം പറഞ്ഞു. ചെയ്യാത്ത നന്മകളെ പറ്റി ഓൻ ചെയ്യില്ല. എന്നിട്ടോ നാട്ടിൽ മുഴുവൻ ആ നന്മയുടെ വക്താക്കളായിട്ട് ഇങ്ങനെ വിലസുന്ന ആൾക്ക് സ്വഭാവം ആർക്കുണ്ടാവും? പഴച്ച പ്രവാചകന്മാരുടെ അനുയായികളിൽ പഴച്ചവർക്കുണ്ടാവും. അപ്പൊ പഴച്ചവരെ മനസ്സിലാക്കാനുള്ള ഒന്നാമത്തെ കാര്യം ഇതാണ്. ഒരാള് നബിന്റെ ഉമ്മത്തിലാണ്, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉമ്മത്തിലാണ് ഞാൻ എന്ന് പറഞ്ഞു. അവൻ നമ്മൾ നോക്കാം, അവൻ പ്രവർത്തിക്കാത്ത പറയുണ്ടോ, അവൻ പഴച്ചവനാണ്, അവൻ ആ നബിന്റെ ഉമ്മത്തിൽ പെട്ടവനല്ല. ഇനി രണ്ടാമത്തത് പറഞ്ഞത് എന്താ? രണ്ടാമത്തെ പറഞ്ഞത് വയഫ്അലൂന മാ ലാ യുഅ്മറൂൻ, അവരോട് നബി കൽപ്പിക്കാത്തത് അവർ ചെയ്യുകയും ചെയ്യും. നബി കൽപ്പിക്കാത്തത് ചെയ്യുകയും ചെയ്യും. ഇപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കി, ഇപ്പോ നബി സ്നേഹത്തിന്റെ ഭാഗമാണ് അല്ലെ, നബി സ്നേഹത്തിന്റെ ഭാഗമായിട്ട് നടക്കുന്ന ഏർപ്പാടുകൾ നബി കൽപ്പിച്ചിട്ടുണ്ടോ? നബി കൽപ്പിച്ചിട്ടുണ്ടോ? ഓരോരുത്തരും ഇങ്ങനെ സ്വയം ആലോചിക്കണം. എന്തിനാണ് നമ്മൾ ഓരോന്ന് എതിർക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതൊക്കെ വലിയ ഗൗരവമുള്ള തെറ്റുകളായതുകൊണ്ട് തന്നെയാണ്. ഇപ്പൊ നബി സ്നേഹത്തിന്റെ ഭാഗമായിട്ട് ആളുകൾ ചെയ്യുന്ന പണി എന്താണ്? നബിദിനം ആഘോഷിക്കുക. നബി കൽപ്പിച്ചിട്ടുണ്ടോ? നബി കൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഇനിയിപ്പോ അതിനെപ്പറ്റി വലിയ ഭയങ്കര തർക്ക വിതർക്കങ്ങളൊന്നും വേണ്ട. നബി കൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ ഫളാഇല് ഹദീസ് ഗ്രന്ഥത്തിൽ കാണാം. ജുമുഅസ്കാരം നബി കൽപ്പിച്ചിട്ടുണ്ടല്ലോ അല്ലേ? നിങ്ങളുടെ അഭിപ്രായം എന്താ? നബി കൽപ്പിച്ചിട്ടില്ലേ? അതുകൊണ്ട് തന്നെ ഫളായിലും ജുമുഅ നിങ്ങൾക്ക് കാണാം. അല്ലെങ്കിൽ ഹദീസ് ഗ്രന്ഥത്തിൽ ബാബു ജുമുഅ ഇങ്ങനെ കാണാം അല്ലെ? ജുമുഅയുടെ അധ്യായം, ജുമുഅയുടെ ശ്രേഷ്ഠത. നോമ്പ് നബി കൽപ്പിച്ചു. റമളാനിലെ നോമ്പ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൽപ്പിച്ചതാണല്ലോ അല്ലെ? റമളാനിലെ നോമ്പ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൽപ്പിച്ചാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ എടുത്ത് നോക്കിക്കോ, ബാബു ഫളാഇൽ സൗം അല്ലെങ്കിൽ സൗമു റമളാൻ, എന്തെങ്കിലും ഒരു ബാബ് അവിടെ കാണാം. അല്ലെങ്കിൽ എന്ത് കാണാം? ബാബു ഫളാഇൽ ദിക്ർ, ദിക്റിന്റെ ഫളാഇൽ പറയുന്ന അധ്യായങ്ങൾ ഇങ്ങനെ കാണാം. എവിടെയെങ്കിലും ബാബു ഫളാഇലുൽ മീലാദുൻ നബി എന്നുള്ള ഒരു സാധനം ഹദീസ് ഗ്രന്ഥത്തിൽ കണ്ടിട്ടില്ല. ഒരു ഹദീസ് ഗ്രന്ഥത്തിലില്ല. നിങ്ങൾ ആലോചിക്കുക, ഏതെങ്കിലും ഒരു ബാബ്, ഒരു അധ്യായം, നബിദിനത്തിന്റെ ശ്രേഷ്ഠത പറയുന്ന ഒരു അധ്യായം എവിടെയെങ്കിലും ബുഖാരിയിലുണ്ടോ, മുസ്ലിമിലുണ്ടോ, ഇബ്നു മാജയിലുണ്ടോ, തിർമിദിയിലുണ്ടോ,
നസായിലുണ്ടോ, അഹ്മദിലുണ്ടോ, ഇബ്നു ഹിബ്ബാനിലുണ്ടോ, ഇബ്നു ഖുസൈമയിലുണ്ടോ, ഇങ്ങനെ എവിടെയെങ്കിലും നോക്കിക്കോ. ഏതെങ്കിലും വേണ്ട, ഇനി ഈ സുന്നി ഗ്രന്ഥങ്ങൾ എന്ന് പറയുന്ന കിതാബുകൾ എടുത്ത് നോക്കാം. അവിടെ എവിടെയെങ്കിലും ഇങ്ങനെ ഒരു ഫളായില് അതിനെപ്പറ്റി പറഞ്ഞ കാണാൻ പറ്റും ഒരു അധ്യായം ഒരു സ്ഥലത്തില്ല. എന്നാ ജുമാനെ പറ്റിയിട്ട് അതിന്റെ ശ്രേഷ്ഠത പറയുന്ന അധ്യായം കാണാം. വേണ്ട, നമ്മുടെ രണ്ട് പെരുന്നാളിന്റെ ശ്രേഷ്ഠത പറയുന്ന ബാബുകൾ കാണാം. അതുപോലെ തന്നെ അയ്യാമുൽ ബീദിന്റെ നോമ്പിന്റെ ശ്രേഷ്ഠത പറഞ്ഞ കാണാം. തിങ്കളാഴ്ച വ്യാഴാഴ്ചത്തെ നോമ്പിന്റെ ശ്രേഷ്ഠത പറയുന്ന കാണാം. അതുപോലെ തന്നെ ചില നിസ്കാരങ്ങൾ, സുബഹിസ്കാരത്തിൻ്റെതും ളുഹറിന്റെ, അസറിന്റെ, മഗ്രിബിന്റെ, ഇശന്റെ ഒക്കെ ശ്രേഷ്ഠത പറയുന്നത് കാണാം. ഇനി അതിന്റെ പുറമെ സുന്നത്തിസ്കാരത്തിന്റെ ശ്രേഷ്ഠത പറഞ്ഞത് കാണാം. സുന്നത്തിസ്കാരത്തിന്റെ ശ്രേഷ്ഠതകൾ അധ്യായങ്ങൾ കാണാം. ഹദീസ് ഗ്രന്ഥങ്ങളിൽ ദിക്റിന്റെ ശ്രേഷ്ഠതകൾ കാണാം, തസ്ബീഹിന്റെ ശ്രേഷ്ഠത കാണാം. ഇതുപോലെ ഏതെങ്കിലും ഒരു ബാബിൽ മീലാദുൻ നബിന്റെ ശ്രേഷ്ഠത ഉണ്ടോ? ഏതെങ്കിലും ഒരു ബാബിലുണ്ടോ? ഇല്ല, ഒരു ബാബിലുമില്ല. അപ്പൊ അത് മനസ്സിലാക്കിയാൽ മതി, അത് മാത്രം മനസ്സിലാക്കിയാൽ മതി. ഈ സമ്പ്രദായം നബി കൽപ്പിക്കാത്തത് ചെയ്യുന്ന തലമുറയുടെ, നബി പറഞ്ഞല്ലോ അവര് കൽപ്പിക്കാത്ത പ്രവർത്തിക്കുന്നല്ലോ, ആ കൽപ്പന ഇല്ലാതെ പ്രവർത്തിക്കുന്നതിന്റെ ആളുകളാണ് എന്ന് മനസ്സിലാക്കി ഇത് മാത്രം മതി. വേറെ തർക്കവിതർക്കത്തിനൊന്നും പോകണ്ട. അതുകൊണ്ടാണ് പിന്നെ പണ്ഡിതന്മാര് പറഞ്ഞത്, ഇമാം ഹൈതമി ഇതിനെ സപ്പോർട്ട് ചെയ്യുന്ന ആളാണ് ഇമാം ഹൈതമി. നിങ്ങൾ ശരിക്കും മനസ്സിലാക്കണം, ഈ നബിദിനം എന്ന് പറയുന്ന ആചാരത്തെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു പണ്ഡിതനാണ് ഇമാം ഹൈതമി. അദ്ദേഹം ഇമാം ഫാഖിഹാനിയുടെ ഖൗലായിട്ട് അദ്ദേഹം ഉദ്ധരിച്ചെന്തറിയോ? ലാ അഅലമു ലിഹാദൽ മൗലിദി അസ്ലൻ ഫീ കിതാബി വലാ സുന്നഹ്. ഈ മൗലിദിന് പിന്നെ ഒരു അസ്ലുള്ളതായിട്ട് കിതാബിലോ സുന്നത്തിലോ ഒരു അസ്ലുള്ളതായിട്ട് ഞാൻ അറിയില്ല. സുന്നത്തിനൊരു അസ്ലുമില്ല. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് എന്താ? പഴച്ച ആളുകളുടെ പ്രത്യേകതയായിട്ട് അള്ളാഹുവിന്റെ റസൂൽ പഠിപ്പിച്ചത് എന്താ? ഇതാണ്. ആ പ്രവാചകന്മാര് പറയാത്തത് അവർ പിന്നെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കും, കൽപ്പന ഇല്ലാത്ത കാര്യങ്ങൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കും. അത് ഒരു തലമുറ നശിക്കുന്ന ലക്ഷണമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു തലമുറയുടെ നാശത്തെ പറ്റിയിട്ട് നമ്മളെ പഠിപ്പിച്ച കാര്യമാണ്. ഇനി നിങ്ങൾ ആലോചിക്കുക, ഒരു മനുഷ്യൻ അയാൾ ജീവിക്കുന്ന ഒരു കാലഘട്ടത്തിൽ ഇസ്ലാമികമായിട്ടുള്ള ഒരു പിന്നെ നന്മ, ആ നന്മയെ അദ്ദേഹം എന്ത് ചെയ്യുക? സ്വീകരിക്കുക എന്നതുപോലെ തന്നെ ഇസ്ലാം ഹറാമാക്കിയ ഒരു തിന്മയെ വിരോധിക്കാൻ മുൻപന്തിയിലുണ്ടാവണം. നമ്മളെ മക്കളെ നമ്മൾ വളർത്തേണ്ടതാണ്. നിങ്ങളെ മക്കള് പിന്നെ വഴിപഴച്ചു പോകരുതെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ ഉമ്മയുപ്പയും ചെയ്യേണ്ട ആദ്യത്തെ പണി അതാണ്. മക്കളെ കയ്യിൽ കൊടുക്കണം. നിങ്ങൾ ഖുർആനിനും സുന്നത്തിനും എതിരായ, പടച്ചവന്റെ നിയമങ്ങൾക്ക് എതിരായ നാട്ടിൽ കാണുന്ന എല്ലാത്തിനും നിങ്ങൾ എതിർത്ത് പഠിപ്പിക്കണം. അതെന്തൊക്കെ ചെയ്യാം? ഒരു സോഷ്യൽ മീഡിയയിലെ ഒരു പോസ്റ്റർ തയ്യാറാക്കിയാൽ മതി. നമ്മുടെ മകൻ നാട്ടിൽ നടക്കുന്ന ഒരു അനാചാരത്തിനെതിരെ, നാട്ടിൽ നടക്കുന്ന ഒരു ചിന്മക്കെതിരെ, നാട്ടിൽ നടക്കുന്ന ഒരു ദുരാചാരത്തിനെതിരെ നമ്മുടെ മക്കളെ പബ്ലിക്കായിട്ട് പ്രതികരിപ്പിക്കുക. അതാണ് നമ്മൾ ചെയ്യേണ്ട ഒന്നാമത്തെ, പബ്ലിക്കായിട്ട് പ്രതികരിപ്പിക്കുക. അപ്പൊ രണ്ട് ഗുണമാണ്. ഒന്ന്, താൻ സമൂഹത്തിൽ പരസ്യമായി വിലക്കിയ തിന്മ, ആ തിന്മയുടെ ആളായിട്ട് തനിക്ക് ഒരിക്കലും നിൽക്കാൻ പറ്റൂല. ഇപ്പൊ ഞാൻ നിങ്ങളോട് ഒരു കാര്യം പറഞ്ഞാൽ, ഒരു നന്മ പറഞ്ഞ് ഒരു തിന്മ വിരോധിച്ച് അത് ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞു, എന്നിട്ട് ഞാൻ തന്നെ ആ തിന്മ ചെയ്യാൻ നിന്നാൽ അതെനിക്ക് വലിയ പ്രയാസം ഉണ്ടാക്കും, വലിയ തടസ്സം ഉണ്ടാക്കും. അത് ചെയ്യാതിരിക്കാനുള്ള പരിശ്രമം എന്റെ ഭാഗത്തുനിന്ന് ശക്തമായിട്ട് വർദ്ധിച്ചു കൊണ്ടിരിക്കും. അതാണ് അല്ലാഹു സുബ്ഹാനഹു വതആല പഠിപ്പിക്കണ ഒന്നാമത്തെ കാര്യം. നമ്മുടെ മക്കളെ തിന്മ വിരോധിക്കുന്നവരാണ്. തിന്മ വിരോധിച്ചിട്ടില്ലെങ്കിലത്തെ കാര്യം എന്താ? വിശുദ്ധ ഖുർആൻ നിങ്ങൾ എടുത്തു നോക്കാം. പിന്നെ സൂറത്ത് അഅറാഫിന്റെ പിന്നെ 164-165 ആയത്തുകൾ എടുത്തു നോക്കിയാൽ അവിടെ അല്ലാഹു സുബ്ഹാനഹു വതആല ഒരു സംഭവം, ഒരു കഥ പറയാണ്. ആ കഥ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പിന്നെ സബത്ത് ദിനത്തിൽ മീൻ പിടിച്ച ബനൂ ഇസ്രായേലിന്റെ കഥയാണ് പറയുന്നത്. സബത്ത് ദിനത്തിൽ മീൻ പിടിച്ച യഹൂദന്റെ കഥയാണ് അവിടെ ഖുർആൻ വിവരിക്കുന്നത്. ഒന്നല്ല, അല്ലാഹു സുബ്ഹാനഹു വതആല യഹൂദന്മാർക്ക് ശനിയാഴ്ച ദിവസം മീൻ പിടിക്കുന്നത് അവരുടെ നിയമം അനുസരിച്ചിട്ട് ഹറാമാക്കി. 10 കൽപ്പന ഇപ്പോഴും കാണാം. ഇപ്പോഴും ബൈബിൾ എടുത്ത് നോക്കിയാൽ 10 കൽപ്പനയിൽ കാണാം പിന്നെ ശബ്ബത്ത് ആചരിക്കണം എന്നുള്ള കൽപ്പന ഇപ്പോഴും ഉണ്ട്. പക്ഷെ ഇപ്പോൾ പൂർണ്ണമായിട്ട് അത് തള്ളി.
പൂർണ്ണമായിട്ട് അത് ഒഴിവാക്കി കളഞ്ഞവർ. അപ്പൊ അവർക്ക് ശനിയാഴ്ച ഒരു പ്രശ്നമേ അല്ല. അപൂർവം ചില യഹൂദന്മാർ മാത്രമാണ് ശനിയാഴ്ച ഇപ്പോഴും പിന്നെ ശബത്ത് ആരംഭിക്കുന്നത്, പിന്നെ ആചരിച്ചു കൊണ്ടിരിക്കുന്നത്. ബാക്കി ആരും ചെയ്യാറില്ല. പക്ഷെ ആദ്യത്തെ ലംഘനം നടത്തിയ സമൂഹത്തെ പറ്റിയുള്ള പറയും. ഈ ശബത്ത് ദിനുണ്ടല്ലോ, അത് ആദ്യമായിട്ട് ലംഘിച്ച ഒരു സമൂഹത്തെ പറ്റി പറയാം. അവരെങ്ങനെ ലംഘിച്ചത്? ശനിയാഴ്ച മീൻ പിടിക്കരുത് എന്നുള്ള പറഞ്ഞു. മീൻ പിടിച്ച് ജീവിക്കുന്ന ഒരു മുക്കുവ സമൂഹം പോലത്തെ ഒരു സമൂഹമായിരുന്നു ആ ജൂതന്മാരന്നത്തെ. അപ്പൊ അവരോട് ശനിയാഴ്ച മീൻ പിടിക്കരുത് എന്ന് നിയമം പറഞ്ഞു. ശനിയാഴ്ച അവർ നോക്കിയപ്പോഴോ നിറച്ച് മീൻ ഇങ്ങനെ ചാടി കളിക്കാൻ. അള്ളാന്റെ പരീക്ഷണാണ്. നിറച്ച് മീന് ചാടി കളിക്കാണ്. അവർക്ക് ഇതിനെ പിടിക്കാതിരിക്കാൻ പറ്റൂല എന്നായി. അങ്ങനെ ആയപ്പോ ഇവരെന്ത് ചെയ്തു? ഇവരൊരു തന്ത്രം പ്രയോഗിച്ചു. ഇവർ ഈ മീനിനൊക്കെ ഒരു തടം കെട്ടിയിട്ട് ആ അതിലേക്ക് ഇങ്ങനെ തള്ളിയാക്കി ആ തടം ബ്ലോക്ക് ചെയ്തിട്ട് പിറ്റേ ദിവസം ഞായറാഴ്ച വേണ്ടി ഇതിനെ പിടിച്ചിട്ടു. അള്ളാന്റെ നിയമം കൗണ്ടർ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു സൂത്രപ്പണി അല്ലാഹു സുബ്ഹാനഹു വ തആല ശക്തമായിട്ട് ശിക്ഷിച്ച കഥ പറയാം. അങ്ങനെ പടച്ചവൻ ഈ ശിക്ഷ ഇറക്കുന്നതിന് മുമ്പ് ആ സൊസൈറ്റിയിൽ ഒരു സംവാദം നടന്നു. ആ സൊസൈറ്റി 3 ടീമായി പിരിഞ്ഞു. ശരിക്കും നമ്മൾ നോക്കി, നമ്മളെ സൊസൈറ്റിനെ നമ്മൾ നോക്കാം. അള്ളാന്റെ ശിക്ഷ ഇറങ്ങുന്നതിന് മുമ്പ്, ഈ തിന്മ ചെയ്തതിന് ശേഷം അള്ളാന്റെ ശിക്ഷ ഇറങ്ങുന്നതിന് മുമ്പ് ആ സൊസൈറ്റി 3 ടീമായി പിളർന്നു. ഒരു ടീം എന്ന് പറഞ്ഞാൽ തിന്മ ചെയ്തു, ശബത്ത് ദിനത്തിൽ ഇത് ചെയ്യുന്ന തിന്മ ചെയ്ത ആളുകൾ, ഈ നിയമം ലംഘിച്ച ആളുകൾ. രണ്ടാമത്തെ ടീം എന്ന് പറഞ്ഞാൽ നിയമം ലംഘിച്ചവരെ വിമർശിക്കുന്നവർ, തിന്മയെ വിരോധിക്കുന്നവർ, ഇസ്ലാഹ് നടത്തുന്നവർ. രണ്ടാമത്തെ കക്ഷി. ഇനി മൂന്നാമത്തെ കക്ഷി എന്ന് പറഞ്ഞാൽ അവര് തിന്മൊന്നും ചെയ്തിട്ടില്ല, പക്ഷെ തിന്മ ചെയ്തവരെ വിമർശിക്കുന്നത്, അത് ആ പണിക്കവരില്ല, ആ പണിക്കവരില്ല. അങ്ങനത്തെ 3 കക്ഷി. ആ കക്ഷിയെ പറ്റിയിട്ട് അല്ലാഹ് പറയാ, അവരിൽ നിന്ന് ഒരു കക്ഷി പറഞ്ഞു, പടച്ചോൻ കഠിനമായിട്ട് ശിക്ഷിക്കാൻ പോകുന്ന, അല്ലെങ്കിൽ പടച്ചോൻ നശിപ്പിക്കാൻ പോകുന്ന ഒരു ജനവിഭാഗത്തിന് എന്തിനാണ് നിങ്ങൾ ഉപദേശിക്കുന്നത്? എന്തിനാണ് ഇത് ചെയ്യരുത്, തിന്മയാണ്, തിന്മ വിരോധിച്ച് സൊസൈറ്റിയിൽ ഒരു പ്രശ്നം ഉണ്ടാക്കാൻ നടക്കുന്നത് എന്തിനാണ്? നമ്മളെ പുതിയ കാലഘട്ടത്തിന്റെ ചോദ്യം എന്ന് വെച്ചാൽ എന്തിനാണ് ഐക്യം തകർക്കുന്നത്, എന്തിനാണ് ഈ ഫാഷിസ കാലഘട്ടത്തിൽ മുസ്ലിം ഉമ്മത്ത് തമ്മിൽ പരസ്പരം തല്ലുന്നത്, എന്തിനാണ് ഇതൊക്കെ എതിർക്കാൻ നടക്കുന്നത് എന്ന് ചോദിക്കുന്ന ചോദ്യം ഉണ്ടല്ലോ. അതിന് സമാനമായ ചോദ്യം അന്നൊരു കൂട്ടർ ചോദിച്ചു. ഖാലു, അതിന് മറുപടിയായിട്ട് ഇസ്ലാഹിന്റെ ആളുകൾ, തിന്മ വിരോധിക്കുന്ന ആളുകൾ പറഞ്ഞ മറുപടി എന്താ? മഅ്ദിറതൻ ഇലാ റബ്ബിക്കും വലഅല്ലഹും യത്തഖൂൻ. പടച്ചവനിലേക്ക്, നിങ്ങളുടെ റബ്ബിലേക്ക് ഞങ്ങൾക്കൊരു ഉദ്ർ വേണം, ഒരു ഒഴികഴിവ് വേണം. കാരണം എന്താ? ഈ തിന്മ ഇവിടെ നടക്കണ കണ്ടിട്ട് നിങ്ങൾ ഒന്നും മിണ്ടിയില്ലേ? ഈ തിന്മ ഇവിടെ നിറയാടുന്നത് കണ്ടിട്ട് നിങ്ങൾ ഒരു എതിർപ്പിന്റെ ശബ്ദം പുറപ്പെടുവിച്ചില്ലേ എന്ന് അല്ലാഹ് ചോദിക്കുമ്പോ ഞങ്ങൾ ചെയ്തു റബ്ബേ എന്ന് പറയാൻ ഒരു ഉദ്ർ ഞങ്ങൾക്ക് വേണം. പിന്നെയോ വലഅല്ലഹും യത്തഖൂൻ, ഒരു പക്ഷേ ഞങ്ങളുടെ വിമർശനം കൊണ്ട് അവർ ചിന്തിച്ചേക്കാം, ഞങ്ങളുടെ വഅലുകൾ കൊണ്ട്, മറുപടി പ്രസംഗങ്ങൾ കൊണ്ട്, ഖണ്ഡന മണ്ഡനങ്ങൾ കൊണ്ട്, വാദപ്രതിവാദങ്ങൾ കൊണ്ട് ആ ജനത ചിന്തിച്ച് നന്നായേക്കാം. അതുകൊണ്ട് ഞങ്ങൾ ഈ ഖണ്ഡനം നിർത്തൂല, ഞങ്ങൾ ഈ പിന്നെ തിന്മ വിരോധിക്കൽ നിർത്തൂല എന്ന് ഒരു വിഭാഗം പറഞ്ഞു. എന്നിട്ട് അല്ലാഹ് പറഞ്ഞു, അപ്പൊ 3 വിഭാഗമായി. ഒന്ന് തിന്മ വിരോധിച്ചവർ, തിന്മ ചെയ്തവർ, തിന്മ വിരോധിച്ച് സൊസൈറ്റിയിൽ പ്രശ്നം ഉണ്ടാക്കണ്ട, കച്ചറ ഉണ്ടാക്കണ്ട എന്ന് പറഞ്ഞ 3 വിഭാഗം. എന്നിട്ട് അല്ലാഹ് പറയാ, ഫലമ്മാ നസൂ മാ ദുക്കിറൂ ബിഹി, അവരോട് അല്ലാഹ് ഓർമ്മപ്പെടുത്തിയ നിയമത്തിന്റെ കാര്യം അവർ വിസ്മരിച്ച് കളഞ്ഞപ്പോ, പടച്ചോന്റെ നിയമമൊക്കെ അവർ കാറ്റിൽ പറത്തിയ സമയത്ത് അല്ലാഹ് പറയാ, അൻജൈനല്ലദീന യൻഹൗന അനിസ്സൂ, നാം തിന്മ വിരോധിച്ചവരെ രക്ഷപ്പെടുത്തി. അള്ളാന്റെ പ്രയോഗം ശരിക്കും ശ്രദ്ധിക്കണേ, ഖുർആന്റെ പ്രയോഗം ശരിക്കും ശ്രദ്ധിക്കണേ. അൻജൈന, നാം രക്ഷപ്പെടുത്തി, അല്ലദീന യൻഹൗന അനിസ്സൂ, തിന്മയെ വിരോധിച്ചവരെ നാം രക്ഷപ്പെടുത്തി. വഅഖദ്നല്ലദീന ളലമു, അക്രമം ചെയ്തവരെ നാം പിടികൂടി. ബിഅദാബിൻ ബഈസിൻ ബിമാ കാനൂ യഫ്സുഖൂൻ, അവർ ചെയ്ത തെമ്മാടിത്തം മൂലം അല്ലാഹു നിന്ദ്യമായ ശിക്ഷ കൊണ്ട് അക്രമം ചെയ്ത ളാലിമീങ്ങൾ അല്ലാഹു പിടികൂടി. അപ്പൊ ഒന്നല്ല പറഞ്ഞെന്താ? ളാലിമീങ്ങൾ, അക്രമം ചെയ്ത, പാപം ചെയ്ത, തിന്മ ചെയ്തവരെ അല്ലാഹ് ശിക്ഷിച്ചു. തിന്മയെ വിരോധിച്ചവരെ ശരിക്കും മനസ്സിലാക്കിയോ? തിന്മയെ വിരോധിച്ചവരെ അല്ലാഹ് രക്ഷപ്പെടുത്തി. മൂന്നാമത്തെ കക്ഷിയോ? മൂന്നാമത്തെ കക്ഷിനെ പറ്റിയിട്ട് അല്ലാഹ് ഒന്നും പറഞ്ഞിട്ടില്ല. തിന്മ വിരോധിക്കാതിരുന്ന മൂന്നാമത്തെ കക്ഷിനെ പറ്റിയിട്ട് അല്ലാഹ് ഒന്നും പറഞ്ഞിട്ടില്ല, മറിച്ച് മൗനം അവലംബിച്ചു. ശിക്ഷിച്ചു എന്നൊരു കക്ഷിനെ പറ്റി പറഞ്ഞു. അതാരാ? വേണ്ടാത്ത ചെയ്തോര്.
രക്ഷിച്ചു എന്ന് പറഞ്ഞൊരു കക്ഷിനെ കുറിച്ച്. അതാരാ? വേണ്ടാത്തത് ചെയ്യുന്നവരെ വിമർശിച്ചവർ, തിന്മയെ തടുത്തവർ, അവരെ അല്ല രക്ഷിച്ചു എന്ന് പറഞ്ഞു. ഇതിന്റെ ഇടയിൽ ഐക്യം പറഞ്ഞിട്ട് തർക്കം വേണ്ട, പ്രശ്നം വേണ്ട എന്ന് പറഞ്ഞിട്ട് മിനിമം പരിപാടിയായിട്ട് നടന്നിരുന്ന ആൾക്കാരെ പറ്റിയിട്ട് അല്ല ഒന്നും പറഞ്ഞില്ല. അതുകൊണ്ട് തന്നെ മുഫസ്സിറുകൾ പറഞ്ഞത് എന്തറിയോ? മുഫസ്സിറുകൾ പറഞ്ഞത് ഒരു പക്ഷേ രണ്ടഭിപ്രായമാണ് തഫ്സീറുകൾ കാണാം. മുഫസ്സിറുകൾക്ക് രണ്ടഭിപ്രായം. ഒരു വിഭാഗം മുഫസ്സിറുകൾ പറഞ്ഞത് ഈ തിന്മ ചെയ്തവരോടൊപ്പം തന്നെ തിന്മനെ എതിർക്കാത്തവർ അല്ലാഹ് നശിപ്പിച്ചിട്ടുണ്ടാവും, അതുകൊണ്ടാണ് അല്ലാഹ് അത് അറിയിക്കാഞ്ഞത്. ചില വിഭാഗം പറഞ്ഞു നശിപ്പിച്ചിട്ടുണ്ടാവാൻ സാധ്യതയില്ല, പിന്നെ അള്ളാഹു പുറത്തു കൊടുത്തിട്ടുണ്ടാകാം, പക്ഷേ അവരുടെ പ്രവർത്തനം മോശമായി, തിന്മ വിരോധിച്ചില്ലല്ലോ, മോശമായതുകൊണ്ട് അള്ളാഹു എന്ത് ചെയ്തു, അവരെ പിന്നെ ഒന്ന് മാറ്റി നിർത്തി പറഞ്ഞതാകാം. അങ്ങനെയാണ് അഭിപ്രായം ഉണ്ടാകുന്നത്. ഏതായാലും ഖിയാമത്ത് നാൾ വരെ കൺഫ്യൂഷനിലാണ് അള്ളാഹ് നമ്മൾ നിർത്തിയത്. ആ മൂന്നാം കക്ഷി എന്ത് ചെയ്തു എന്നുള്ളത് നമുക്ക് ആർക്കും ഉറപ്പിക്കാൻ പറ്റൂല. ഒരു പക്ഷെ ശിക്ഷിച്ചിട്ടുണ്ടാകാം, ഒരു പക്ഷെ പുറത്തു കൊടുത്തിട്ടുണ്ടാകാം. ഇങ്ങനെ അള്ളാഹ് നിർത്തിയത് എന്തിനാണ്? അള്ളാഹ് ഹറാമാക്കിയ കാര്യം നാട്ടിൽ നടക്കുമ്പോ അതിനെ എതിർക്കുകയും വിമർശിക്കുകയും അതിന്റെ എതിർപക്ഷത്ത് നിൽക്കുകയും ചെയ്യുന്ന ഒരു മനുഷ്യനായിട്ടാണ് വിശ്വാസി വളരാൻ. അതല്ലാതെ ഇതിനൊക്കെ അഡ്ജസ്റ്റ് ചെയ്യുന്ന, കണ്ണടക്കുന്ന, കോംപ്രമൈസ് ചെയ്യുന്ന ഒരു മനുഷ്യനായിട്ട് അവന് മാറരുത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് നിർബന്ധമുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞല്ലോ, വല്ലദീ നഫ്സി ബിയദി, എന്റെ ആത്മാവ് ആരുടെ കയ്യിലാണോ അവനാണ് സത്യം, ലതഅമുറന്ന ബിൽ മഅറൂഫ് വലതൻഹൗന്ന അനിൽ മുൻകർ, നിങ്ങൾ നന്മ കൽപ്പിക്കുകയും തിന്മ വിരോധിക്കുകയും തന്നെ വേണം. നന്മ കൽപ്പിക്കുകയും തിന്മ വിരോധിക്കുകയും തന്നെ വേണം. പടച്ചവൻ അവനിൽ നിന്നുള്ള ശിക്ഷ അല്ലെങ്കിൽ നിങ്ങളുടെ മേൽ ഇറക്കിയേക്കാം. അപ്പോ നിങ്ങൾ അല്ലാഹുവോട് ദുആ ചെയ്തിട്ടൊരു കാര്യമില്ല, പടച്ച ഉത്തരം ചെയ്യൂല. അപ്പൊ ഇതിന്റെ അർത്ഥം എന്താ? നമ്മൾ തിന്മ വിരോധിക്കുന്നതിന് പിറകിൽക്ക് പോയാൽ, നമ്മളെ ഫാമിലി പിറകിൽക്ക് പോയാൽ, നമ്മുടെ തലമുറകൾ പിറകിലേക്ക് പോയാൽ, ആ പിറകിലേക്ക് പോയതിന്റെ പേരിൽ അള്ളാഹു ശിക്ഷ ഇറക്കുന്ന, പഠിച്ച ശിക്ഷ ഇറക്കും. ഇപ്പൊ നമ്മള് വിചാരിക്കണത് മഴനെ പറ്റിയിട്ട് നമ്മള് വേറെ ഒന്നും വിചാരിക്കണില്ലല്ലോ. ഇപ്പൊ മഴ തീവ്രമാണ്, നമുക്കറിയാം. മഴ പെയ്താൽ അങ്ങേയറ്റം ഭൂമി വെള്ളത്തിൽ ഇങ്ങനെ കിടക്കുന്ന അവസ്ഥയിലാണ് നമ്മുടെ നാട്ടിൽ ഇപ്പൊ മഴ പെയ്യുന്നത്. വെയിലായാലോ അതികഠിനമായ വെയിലുമാണ്. ഇപ്പോ രണ്ട് പ്രളയം കഴിഞ്ഞ് ആ രണ്ട് പ്രളയം കഴിഞ്ഞ് നട്ടലൊടിഞ്ഞ സാമ്പത്തിക വ്യവസ്ഥയിട്ട് നിൽക്കണ നമുക്ക് മുമ്പിലാണ് മൂന്നാമത് കൊറോണ വന്നത്. നിങ്ങളത് ഓർക്കുന്നുണ്ടാവുമല്ലോ അല്ലേ? 2 കൊല്ലാണ് നമ്മള് എന്തിട്ട് കിടന്നത്? വാതിലടച്ച് വീട്ടിൽ കിടന്നത്, ലോക്ക്ഡൌൺ പേരിട്ടിട്ട്. നിങ്ങൾ ശരിക്കും അമ്പിയാക്കന്മാരെ സൊസൈറ്റിനെ നോക്കിക്കേ, അവരല്ല അടിമയിൽ മറിക്കുന്നതിന് മുമ്പ് ഇതന്നല്ലേ ചെയ്തിരുന്നത്? ശരിക്കും ആലോചിക്ക്. ഒരു സൊസൈറ്റിനെ അല്ല അടിമയിൽ മറിച്ച് നശിപ്പിച്ച് കളയുന്നതിന് മുമ്പ് ചെയ്ത വാർണിംഗ് എന്താണ്? മഴ ആണെങ്കിൽ മഴ കൊണ്ട് ദുരിതം, വെയിലാണെങ്കിൽ വെയിൽ കൊണ്ട് ദുരിതം, ഇടിവെട്ടാണെങ്കിൽ അതുകൊണ്ട് ദുരിതം, ഭൂമിയൊലുക്കാണെങ്കിൽ അതുകൊണ്ട് ദുരിതം, ചെള്ളാണെങ്കിൽ അതുകൊണ്ട് ദുരിതം, അതുപോലെ പ്രാണി കീടങ്ങളാണെങ്കിൽ അതുകൊണ്ട് ദുരിതം. ഇങ്ങനെ ദുരിതം, പകർച്ചവ്യാധി, ഇതൊക്കെ കൊടുക്കും. ഇതൊക്കെ കൊടുത്ത് ആ സൊസൈറ്റി എന്നിട്ടും നന്നാവൂല അല്ലെ? അള്ളാഹ് പറഞ്ഞല്ലോ, അള്ളാന്റെ നടപടിക്രമാണത്. എന്താ? പടച്ചവൻ വലിയ ശിക്ഷയ്ക്ക് മുമ്പ് ചെറിയ ശിക്ഷ നൽകും എന്ന് പറഞ്ഞല്ലോ. അത് അള്ളാന്റെ നടപടിക്രമമാണ്. ആ നടപടിക്രമത്തിൽ അള്ളാഹു ഇങ്ങനെ സൊസൈറ്റിന് കൊടുക്കും. ഇങ്ങനെ പല വാണിങ്ങും കണ്ട് എന്നിട്ടും മനസ്സിലാവൂല. പെടുന്നനാണ് പടച്ചവന്റെ ശിക്ഷയുടെ ഇറക്കം. ഒരു സൊസൈറ്റി അമ്പിയാക്കന്മാർ നശിപ്പിച്ച സമൂഹത്തിൽ എടുത്തു നോക്കിക്കോ. ലൂത്ത് നബിന്റെ സമൂഹം നശിച്ച എങ്ങനെ? അവര് കാർമേഘം കണ്ടപ്പോ ഓടി മഴ പെയ്യുന്ന കാത്തിരുന്നു. ശിക്ഷണ മേഘാണ് ഇറങ്ങിയത്, അവര് വിചാരിച്ച് കാർമേഘാണ് എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താ? ഈ കാർമേഘ ഇടയ്ക്കിടെ വന്നു പോയിട്ടുണ്ട്, അവിടെ ഇടയ്ക്കിടെ വന്നു പോയിട്ടുണ്ട്. അതുകൊണ്ടാണല്ലോ ഇത് കണ്ടപ്പോ മഴ പെയ്യും മുൻപരിചയം കണ്ടോ അവർക്ക്? ആദ്യമായിട്ടൊരു കാർമേഘം കണ്ട, ഭയങ്കരമായ ഇരുട്ട് മൂടിയ മേഘം കണ്ട ഒരു പേടിയല്ലേ തോന്നാ? അല്ലെ, സ്വാഭാവികമായിട്ട് മനുഷ്യർക്ക് പേടിയല്ലേ തോന്നുന്നു. ഇതെന്തപ്പോ പെട്ടെന്ന് ഇരുണ്ടല്ലോ എന്ന് പേടിയല്ലേ തോന്നാ? പക്ഷെ അവർക്ക് പേടി തോന്നിയില്ല. അവർ ഓടി അടിയിൽ നിന്ന് ഡാൻസ് കളിക്കായിരുന്നു. ഇപ്പൊ മഴ പെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞാൽ ഇത് ഇടയ്ക്കിടെ വന്ന് പോകുന്നുണ്ട്. ആ ഇടയ്ക്കിടെ എന്താണെന്ന് നമുക്കറിയില്ല. ചിലപ്പോൾ ഒരു കൊല്ലത്തിന്റെ ഇടയിലായിരിക്കാം, നമുക്ക് ഇങ്ങനെ പ്രളയം കിട്ടിയ പോലെ, നമുക്ക് കൊറോണ കിട്ടിയ പോലെ ആയിരിക്കും, അല്ലെങ്കിൽ ഗ്യാപ്പ് എന്താണെന്നറിയില്ല. അങ്ങനാണ്
മഴ കണ്ടപ്പോ അവര് നൃത്തം തെളിക്കാൻ തുടങ്ങി. കാരണം എന്താ? മഴ ഇങ്ങനെ പെയ്ത് കുളിർമ പോരാൻ വേണ്ടിയിട്ടാണ് അവരിരുന്നത്. പക്ഷേ സംഭവിച്ചത് എന്താ? മഴ നിന്നില്ല. ആകാശത്ത് നിന്ന് ഇടിമിന്നലുകൾ, അത് നിലച്ചില്ല. ആ രാജ്യത്തെ അള്ളാഹ് അടിമേൽ മറിച്ചറിഞ്ഞു. ഓരോ നോക്കിക്കോ, ഓരോ സമൂഹത്തിനെ നോക്കിക്കോ. സ്വാലിഹ് നബിന്റെ ജനത, ലൂത്ത് നബിന്റെ ജനത, നൂഹ് നബിന്റെ ജനത മഴ പെയ്തതാണ് കണ്ടത്. നൂഹ് നബിന്റെ ജനത മഴ പെയ്തത് കണ്ട്, വെള്ളം കേറുന്നത് കണ്ട്, വെള്ളത്തിൽ ഓടിക്കളിക്കാൻ തുടങ്ങി. പക്ഷെ ആ വെള്ളം എന്തായിരുന്നു? അവരെയും കൊണ്ടു തുടച്ചു നീക്കിയ വെള്ളമായിരുന്നു, അല്ലെ? ഇങ്ങനെ നമ്മൾ ചിലപ്പോൾ പക്ഷെ വാണിംഗ് ആയിരിക്കും. കേരളത്തിലെ മുസ്ലിം സമൂഹത്തിനുള്ള വാണിംഗ് ആയിരിക്കാം, അല്ലെങ്കിൽ കേരളത്തിലെ മനുഷ്യന്മാർക്കുള്ള വാണിംഗ് ആയിരിക്കാം. തുടരെ അവരുടെ കാലാവസ്ഥകൾ, അവർക്ക് മുൻപറിയാത്ത പകർച്ചവ്യാധികൾ വരിക. മുമ്പ് നമുക്ക് ആ ഒരു പ്ലേഗ് മാത്രം അറിഞ്ഞിരുന്നുള്ളൂ. കുറച്ചാലും കഴിഞ്ഞപ്പോൾ ഒരു എലിപ്പനിനെ പറിച്ച് കേട്ടിരുന്നു, അല്ലെ? ഇപ്പൊ എന്തൊക്കെയായി? ഇപ്പോ നിപായി, അതുപോലെ തന്നെ കോവിഡായി, വേറെ എന്തൊക്കെയോ സാധനങ്ങളായിട്ടുണ്ട്. നമ്മളിങ്ങനെ പുതിയ പകർച്ചവ്യാധികളെ പറ്റി കേട്ടുകൊണ്ടിരിക്കാം. പകർച്ചവ്യാധികളെ പറ്റി അള്ളാന്റെ ശിക്ഷ ഇറങ്ങാൻ വേണ്ടിയിട്ടായിരിക്കാം. ഒരു പക്ഷെ ഇത് വാണിംഗ് ആയിരിക്കാം. ഇനി അടുത്തതായിരിക്കാം അടിമേൽ മറിക്കാൻ പോകുന്നത്. അതിനൊരു പണിയില്ല. നമ്മളെ വിചാരം എന്താ? നമ്മൾ കണ്ണ് തുറന്നിട്ട് ഇതുവരെ അടിമേൽ മറിഞ്ഞൊരു ജനതയെ പറ്റിയിട്ട് നമ്മൾ കേട്ടിട്ടില്ല. അതുകൊണ്ടാണ് നമ്മൾ വിചാരിക്കുന്നത്. നമ്മൾ വിചാരിക്കണം ഇപ്പൊ 1 നൂറ്റാണ്ടൊന്നും ജീവിച്ചാലും നമ്മുടെ കൂട്ടത്തിലില്ല. ഒരു 80 വയസ്സിന്റെ അപ്പുറത്ത് കാര്യമില്ലല്ല, ഉണ്ടാ? ഇല്ല. 80 വർഷത്തിന്റെ ഒരു എക്സ്പീരിയൻസിൽ നമ്മൾ ഒരു ജനതനെ അടിമയിൽ അന്ന് മറിക്കിനെ കണ്ടിട്ടില്ല. ഇതാണ് ഇപ്പൊ നമ്മളെ ഒരു വലിയ ധൈര്യം. നിങ്ങളൊരു 2 നൂറ്റാണ്ട് മുമ്പ് എടുത്തു നോക്കി, ഹിസ്റ്ററി ഒന്ന് പഠിച്ചു നോക്കി. 2 നൂറ്റാണ്ട് മുമ്പുള്ള ഹിസ്റ്ററിയിൽ പറഞ്ഞ ചില നരവംശങ്ങൾ ഇന്ന് ഭൂമിയിലില്ല. അവരോട് പോയി ടൂർ പോയതാ? അവരോട് പോയി ഹിസ്റ്ററി പഠിക്കുന്ന കുട്ടികളോടും ചോദിച്ചാൽ മതി. ഓരോ കാലഘട്ടത്തിലും കണ്ട ചില നരവംശങ്ങൾ പിന്നീടില്ല. അപ്പോ ശാസ്ത്രകാരൻ, ഈ ഹിസ്റ്റോറിക്കൽ ശാസ്ത്രകാരന്മാരുണ്ടല്ലോ, അവര് നരവംശ ശാസ്ത്രജ്ഞന്മാര്, അവര് ചിലതിനെ പറ്റി പറയും. ചിലപ്പോ സങ്കരായിട്ട് പുതിയ വർഗമായിട്ട് മാറിയിട്ടുണ്ടാവും. ഇപ്പോ ആര്യന്മാര് വന്നപ്പോ ദ്രാവിഡന്മാരും തമ്മിൽ സംഗമിച്ചു. അങ്ങനെ അത് പുതിയ ആര്യ ദ്രാവിഡ വിഭാഗമായിട്ട് മാറി. മറ്റേ അവരവരുടെ ഒരു എക്സ്പ്ലനേഷൻ കൊടുക്കും. ചില വിഭാഗങ്ങളെ കാണില്ല. മനുഷ്യരാശിയിലെ ചില മനുഷ്യന്മാരിപ്പോ കാണില്ല. എന്തവർക്ക് സംഭവിച്ചത്? അവരല്ല മറിച്ച് കളഞ്ഞു. അവരിഞ്ഞ് വേണ്ടെന്ന് തീരുമാനിച്ചു. ഇത് ഈ നടപടിക്രമം മുസ്ലിം ഉമ്മത്തിന് ഉണ്ടാകുന്ന റസൂലുള്ളാഹി പറഞ്ഞത്. അതുകൊണ്ട് റസൂലുള്ളാഹി സത്യത്തിട്ടാ പറഞ്ഞത്, വല്ലദീ നഫ്സി ബിയദിഹി, എന്റെ ആത്മാവ് ആരുടെ കയ്യിലാണോ അവനാണ് സത്യം. നിങ്ങൾ നന്മ കൽപ്പിക്കുകയും തിന്മ വിരോധിക്കുകയും ചെയ്തിട്ടില്ലെങ്കിൽ പടച്ചവനിൽ നിന്നുള്ള ശിക്ഷ ഇറങ്ങും നിങ്ങൾക്ക് മേൽ, മുസ്ലിം ഉമ്മത്തിന് മേൽ എന്ന് പറഞ്ഞാൽ ഞമ്മക്ക് മേൽ ആ ശിക്ഷ ഇറങ്ങും എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു. എന്നിട്ട് റസൂൽ കൂട്ടി പറഞ്ഞു എന്തറിയാ? സുമ്മ തദ്ഉനഹു, എന്ന് അപ്പൊ നിങ്ങൾ അവനോട് പ്രാർത്ഥിക്കുക. ഇത് ഇറങ്ങണ കാണുമ്പോൾ പടച്ചവനെ രക്ഷിക്കണേ, ഞങ്ങൾ അങ്ങനെ ആക്കിത്തരാ, ഞങ്ങൾ ഇങ്ങനെ ആക്കാം, ഞങ്ങൾ നന്നാകാം, ഞങ്ങൾ തിന്മ വിരോധിക്കാം, ഞങ്ങൾ നിന്റെ നിയമങ്ങളെ അനുധാവനം ചെയ്യാം, ഇതൊക്കെ പറഞ്ഞേക്കും. ഫലാ യുസ്തജാബു ലക്കും, അന്നേരം നിങ്ങൾക്ക് പടച്ചവൻ ഉത്തരം ചെയ്യൂല. ഉത്തരം ചെയ്യെങ്കിൽ പണി നിങ്ങൾ ഇപ്പൊ എടുത്തോളണം. ഇതെല്ലോ നബിമാരുടെ സമൂഹത്തിനുണ്ടായിരുന്നു. വിശുദ്ധ ഖുർആൻ നോക്കൂ, സൂറത്തുൽ മാഇദയിൽ അല്ലാഹ് പറയാ, ലുഅനല്ലദീന കഫറു മിൻ ബനി ഇസ്രായീൽ, ഇസ്രായേൽ സമൂഹത്തിലെ സത്യനിഷേധികളായിട്ടുള്ള ആളുകൾ, ലുഇന, അവർ ശപിക്കപ്പെട്ടിട്ടുണ്ട്. അലാ ലിസാനി ദാവൂദ് വ ഈസ ഇബ്നു മറിയം, ഈസ ഇബ്നു മറിയമിന്റെയും ദാവൂദ് അലൈഹിസ്സലാമിന്റെയും നാവ് കൊണ്ട് അവർ ശപിക്കപ്പെട്ടിട്ടുണ്ട്. അതെന്തുകൊണ്ടെന്നാൽ അവർ അതിര് വിടുകയും അവർ ധിക്കാരം പ്രവർത്തിക്കുകയും ചെയ്തു. പിന്നെയോ അവർ പ്രവർത്തിച്ചിരുന്ന തിന്മയെ അവർ പരസ്പരം തടഞ്ഞില്ല. അവർക്കിടയിൽ ഇസ്ലാഹി പ്രവർത്തനം നടന്നില്ല. അവർക്കിടയിൽ തിന്മ വിരോധിക്കുന്ന പ്രവർത്തനം നടന്നില്ല. തിന്മയുടെ വിമർശകന്മാരുണ്ടായില്ല. തിന്മക്കെതിരെ വാഴ കെട്ടുന്ന ആളുകളില്ല. ഖണ്ഡനം പറയുന്ന ആളുകളില്ല. വാദപ്രതിവാദം നടത്തുന്ന ആളുകളില്ല. തർക്കിക്കുന്ന ആളുകളില്ല. അങ്ങനെ തിന്മയുടെ ആളുകൾക്ക് ചോദ്യം ചെയ്യപ്പെടുന്ന സാമൂഹിക അന്തരീക്ഷം ഉണ്ടായില്ല. അതൊരിക്കലിന്റെ പേരിൽ
ഈസാ നബിന്റെയും ദാവൂദ് നബിന്റെയും ജനതനെ പിന്നെ അവരുടെ നാവ് കൊണ്ട് ശാപം അള്ളാഹുവിൽ നിന്ന് വാങ്ങിക്കൊടുത്തിട്ടുണ്ടെന്ന് വിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചരാ. ഇത് അള്ളാഹു ഒരിക്കലും വിടാത്ത കാര്യം. ഇത് മുസ്ലിം ഉമ്മത്തിന്റെ കാര്യത്തിലാണ് തന്നെ. അതുകൊണ്ടാണ് എന്തിനാണ് നമ്മൾ ഇതിന് നിൽക്കണേന്ന് ചോദിക്കും. നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, നമ്മളെ പൂർവിക പണ്ഡിതന്മാരുടെ കാര്യം. ഇപ്പൊ കെ എം മൗലവി റഹിമഹുല്ല, കെ എം മൗലവിനെ നമ്മൾ ആലോചിച്ച് നോക്കി. അദ്ദേഹം ഈ നാട്ടിൽ യത്തീമായ മക്കൾക്ക് സുരക്ഷിത കവചൊരുക്കാൻ നടന്ന ആളാണ്. യത്തീംഖാനകൾ ഉണ്ടാക്കിയതാരാ? കെ എം മൗലവി അടക്കമുള്ള ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ നേതാക്കന്മാരാണ്. അന്ന് സമസ്ത പോലത്തെ പ്രസ്ഥാനങ്ങൾ മുഖം തിരിഞ്ഞു നിൽക്കുന്നു യത്തീംഖാനക്കെതിരെ. അന്ന് യത്തീം മക്കൾക്ക് പ്രൊട്ടക്ഷൻ നൽകുന്നതിന് വേണ്ടി, അവരെ പ്രത്യേകം സംരക്ഷിക്കുന്നതിന് വേണ്ടി സമുദായത്തിന് ഉത്തരവാദിത്തം ഏൽപ്പിച്ച് അവർക്ക് ഷെൽട്ടർ ഒരുക്കിയത് കേരള നേതൃത്വ മുജാഹിദിന്റെ കെ എം മൗലവി അടക്കമുള്ള പണ്ഡിതന്മാരാണ്. ഇതേ കെ എം മൗലവി തന്നെയാണ് കേരളത്തിലെ ഖുർആൻ പരിഭാഷകൾ നടത്തണം എന്ന് പറഞ്ഞത്, ഖുർആൻ പരിഭാഷകൾ ഇറങ്ങണം എന്ന് പറഞ്ഞത്, അതിനുവേണ്ടി പരിശ്രമിച്ചത്. ഇതേ കെ എം മൗലവിയാണ് കേരളത്തിൽ മദ്രസ സംവിധാനം കൊണ്ടുവന്നത്. ഇതേ കെ എം മൗലവിയാണ് അറബിക് കോളേജ് സിസ്റ്റം കൊണ്ടുവന്നത്. ഇതേ കെ എം മൗലവിയാണ് സ്ത്രീകൾക്ക് വിദ്യാഭ്യാസത്തിന് വേണ്ടിയിട്ടുള്ള പ്രയത്നം നടത്തിയത്. ഇതേ കെ എം മൗലവിയാണ് സ്വാതന്ത്ര്യ സമര പോരാട്ടങ്ങളിൽ ഏർപ്പെട്ടത്. ഇതൊക്കെ എന്താണ്? ഈ പറഞ്ഞ പ്രസ്റ്റീജുകളെല്ലാം നമ്മളെ സംബന്ധിച്ച് എന്താണ്? സമൂഹത്തിൽ ഒരു വലിയ വ്യക്തിത്വത്തെ ഇങ്ങനെ കാണിക്കാനുള്ള സാധനം. അതേ കെ എം മൗലവിയാണ് വാദപ്രതിവാദം നിർത്താതിരുന്നത്. അതേ കെ എം മൗലവിയാണ് ഖണ്ഡനമണ്ഡനം പറഞ്ഞത്. അതേ കെ എം മൗലവിയാണ് മുസ്ലിയാക്കന്മാർക്ക് വഅദിന് മറുപടി പറഞ്ഞു കൊടുത്തത്. നിർത്തിയില്ലല്ലോ. നമ്മളെ പ്രശ്നം എന്താ? അപ്പുറത്തേക്ക് തിരിഞ്ഞാൽ ഇതുണ്ടാവൂല, ഇപ്പുറത്തേക്ക് വന്നാൽ അതുണ്ടാവൂല. ഇതാണ് നമ്മളെ പ്രശ്നം. നമ്മളെങ്ങാനും ഭയങ്കര സാമൂഹ്യ സേവകനായാലോ ഖണ്ഡനം ഉണ്ടാവൂല. നമ്മൾ ഖണ്ഡനം പറയാൻ പോയാലോ സാമൂഹ്യ സേവനം ഉണ്ടാവില്ല. നമ്മളെ നേതാക്കന്മാർ ഇത് മിക്സ് ആയിരുന്നു. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞു, നിങ്ങൾ ചരിത്രത്തിൽ കേരളത്തിൽ ഏറ്റവും രൂക്ഷമായ വാദപ്രതിവാദം നടത്തിയ നേതാക്കന്മാർ കെ എം മൗലവി ഉണ്ടാവും, അലവി മൗലവി ഉണ്ടാവും, അല്ലെ കെ പി ഉണ്ടാവും, എ പി ഉണ്ടാവും, അങ്ങനെ എല്ലാവരും ഉണ്ടാവും. ഇതേ ആളുകൾ തന്നെയാണ് സ്ത്രീകൾക്ക് വിദ്യാഭ്യാസം കൊടുക്കുക, ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തിന് വേണ്ടി പോരാടിയ മുസ്ലിം പണ്ഡിതന്മാർ. അവരുടെ പേര് അവിടെ ഉണ്ടാവും. സ്ത്രീ വിദ്യാഭ്യാസത്തിന് വേണ്ടി പോരാടിയ മുസ്ലിം പണ്ഡിതന്മാർ, ഈ പറഞ്ഞ ഇസ്ലാഹി നേതാക്കന്മാരുടെ പേര് അവിടെ ഉണ്ടാവും. ഇതേ ആൾക്കാർ തന്നെയാണ് ഒട്ടപ്പുറത്തെ വാദപ്രതിവാദം നോക്കിയാൽ അതും അവരുണ്ടാവും ലിസ്റ്റ്. അവർ മിക്സ് ആയിരുന്നു. നമ്മളെ പ്രശ്നം എന്താണ്? നമ്മൾ ഒന്നില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാ? ഈ ഫീൽഡിൽ വന്നാൽ അതില്ല, അതിൽ പോയാൽ ഇതില്ല. നമ്മളെ വിചാരിച്ച് രണ്ടിങ്ങനെ ചേരാത്ത സാധനം ചേർത്തിട്ട് പോണം. അതാണ് ഇസ്ലാഹി പാരമ്പര്യം. നിർത്തിയില്ലല്ലോ. എന്താ പറയുക നിർത്താഞ്ഞത്? കെ എം മൗലവിന്റെ ചരിത്രം കെ പി മുഹമ്മദ് മൗലവി പറഞ്ഞിട്ടുണ്ട്. കെ പിയും കെ എം മൗലവിയും കൂടി ഇങ്ങനെ യാത്ര ചെയ്യുന്ന സമയത്ത് കെ പി പറഞ്ഞു, നമുക്കൊരു ചായ കുടിക്കാം മൗലവി എന്ന് വെച്ചു. അപ്പൊ കെ എം മൗലവി പറഞ്ഞു, വേണ്ട, നിനക്ക് ചായ കുടിക്കണമെങ്കിൽ മുഹമ്മദ് നീ കുടിച്ചോ, എന്നെ കൂടെ കൂട്ടണ്ട, എന്നെ കൂടെ കൂട്ടി നിനക്കും കൂടെ ഉള്ള ചായ ഇല്ലാതാവും. അപ്പോ കെ പി പറഞ്ഞു, അങ്ങനൊന്നുമില്ല, ഇവിടെ നമ്മളധികം ആൾക്കാർ അറിയൊന്നുമില്ലല്ലോ, വഹാബി പണ്ഡിതന്മാരെന്ന് അറിയില്ലല്ല, അപ്പൊ അതുകൊണ്ട് ഇവിടെ കുഴപ്പമൊന്നുമില്ലല്ലോ, വായൊന്നും പറഞ്ഞ് നിർബന്ധം പിടിച്ച് ചായക്കടയിൽ കയറി. അപ്പൊ കെ പി കയറി 2 ചായ പറഞ്ഞപ്പോ ചായക്കടക്കാർക്കൊന്നുമില്ല. കുറച്ച് പിന്നിലായിട്ട് കെ എം മൗലവി കയറുന്ന കണ്ടോടുകൂടി ആ ചൂടുവെള്ളം, ചായ എടുക്കണ ചൂടുവെള്ളം ഉണ്ടല്ലോ, അതെടുത്തിട്ട് ഒറ്റ ഏറാണ് കെ എം മൗലവിയുടെ മുഖത്തേക്ക്. വഹാബി പഴച്ചം വന്നെന്നും പറഞ്ഞിട്ട്. നിങ്ങൾ ആലോചിച്ച് നോക്കി, ഇതാരെയാണ് ഈ എറിഞ്ഞത്? ഈ മനുഷ്യനെ അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗ്ഗം നൽകി അനുഗ്രഹിക്കട്ടെ. ഈ മനുഷ്യന്റെ ചരിത്രം ലോകത്ത് എഴുതപ്പെടാണെങ്കിൽ ഏതൊക്കെ ശ്രേണിയിൽ എഴുതും നമ്മൾ? ഗാന്ധിയെ നമ്മൾ എഴുതാണെങ്കിൽ സ്വാതന്ത്ര്യ സമര ശ്രേണിയിൽ എഴുതാം. അതിന്റെ അപ്പുറത്തേക്ക് വേറെ ഏത് ശ്രേണിയിൽ നമ്മൾ എഴുതും? ഇനി വേണ്ടി വന്നാൽ 1-2 അതിന്റെ ഉപഹെഡിങ് ഇട്ടിട്ട് എഴുതാം. നെൽസൺ മണ്ടേലിനെ പറ്റി നമ്മൾ എഴുതാണെങ്കിൽ എവിടെ എഴുതാം? ഒരു വർണ്ണ വിവേചനത്തിനെതിരെ പോരാടിയ മഹാനായ മനുഷ്യൻ. വേണമെങ്കിൽ ഒരു ഉപശീർഷകം ഇട്ടിട്ട് 2-3 പോയിന്റും കൂടെ കൂട്ടി എഴുതാം. കെ എം മൗലവി എഴുതാണെങ്കിലും ഒരു സ്വാതന്ത്ര്യ സമര സേനാനിയുടെ ഹെഡിങ്ങിൽ എഴുതാം, ഒരു ഇസ്ലാമിക പരിഷ്കർത്താവിന്റെ ഹെഡിങ്ങിൽ എഴുതാം, ഒരു വൈജ്ഞാനിക വിപ്ലവകാരിയുടെ ഹെഡിങ്ങിൽ എഴുതാം, ഒരു അനാചാരത്തെ എതിർത്ത രാജാറാം മോഹൻ റായ് ഒക്കെ പോലെയുള്ള നവോത്ഥാന നായകന്മാരുടെ ലിസ്റ്റ് എഴുതണോ, അതിലും എഴുതാം. ഇതാണ് കെ എം മൗലവി. ഈ കെ എം മൗലവിക്ക് ഈ സൊസൈറ്റി ഒരു ഗ്ലാസ് ചായ കൊടുത്തില്ല, എന്നിട്ട് നിർത്തിയേ. എന്താ അവർക്കുള്ള എതിർപ്പ്? സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്തതായ എതിർപ്പ്.
കെ എം മൗലവി പെൺവിദ്യാഭ്യാസം നടത്തിയത് എതിർപ്പ്, ഇംഗ്ലീഷ് വിദ്യാഭ്യാസം പഠിപ്പിക്കാൻ നോക്കിയത് എതിർപ്പ് അല്ല. അതൊക്കെ വേറെ എതിർപ്പിന്റെ ഭാഗമായി വന്ന എതിർപ്പുകളാ. മറ്റേ എതിർപ്പ് എന്താ? ജാറത്തിൽ പോകുന്നത് കെ എം മൗലവി എതിർത്തു. മന്ത്രിച്ച് മൊയിലാരുടെ അടുത്ത് ചരട് കിട്ടുന്ന ഏർപ്പാട് കെ എം മൗലവി എതിർത്തു. വലിയനെ വിളിച്ച് തേടുന്ന ഏർപ്പാട് കെ എം മൗലവി നഖശികാന്തൻ എതിർത്തു. ആ വിരോധാണ് ബാക്കി വിരോധങ്ങൾ ഉണ്ടായത്. കെ എം മൗലവിക്ക് നിർത്തായിരുന്നല്ലോ, മിണ്ടാതിരിക്കായിരുന്നല്ലോ. കെ എം മൗലവിക്ക് സൊസൈറ്റിയിൽ ഒരു മഹാവ്യക്തിത്വമായിട്ട് ഇരിക്കായിരുന്നല്ലോ, ഇരുന്നില്ലല്ലോ. കാരണം എന്താ? കാരണം അദ്ദേഹത്തിനറിയാം, നന്മ കൽപ്പിച്ചാൽ മാത്രം പോരാ, തിന്മ വിരോധിക്കുക കൂടി വേണം. അങ്ങനെ തിന്മ വിരോധിച്ചിട്ടില്ലെങ്കിൽ പടച്ചോനിൽ നിന്നുള്ള ശിക്ഷ ഇറക്കുമെന്ന് അദ്ദേഹത്തിനറിയാം. അതുകൊണ്ടാണ് ആ പാരമ്പര്യം നമ്മളെ ഫാമിലിയിലേക്ക് നമ്മൾ ഉണ്ടാക്കണം. നമ്മളെ നേതാക്കന്മാരെ പറ്റിയിട്ട് നമ്മളെ മക്കളെ പഠിപ്പിക്കണം. നമ്മളെ ഫാമിലിയിൽ നമ്മളെ മക്കൾ അറിഞ്ഞിരിക്കണം. നിങ്ങളെ വീട്ടിൽ എത്ര പുതിയ തലമുറക്ക് കെ എം മൗലവിനെ പറ്റിയിട്ട് അറിയാം? നിങ്ങൾ ആലോചിച്ച് എത്ര സലഫിനെ മറന്നു തുടങ്ങിയാൽ, നമ്മുടെ സലഫാണല്ലോ അദ്ദേഹം. ആത്യന്തികമായി നമ്മൾ സലഫാരാണ്, സഹാബത്താണ്. ശരി, കെ എം മൗലവി നമ്മളെ സംബന്ധിച്ച് സലഫാണല്ലോ, നമ്മളെ തൊട്ടുമുകളിലുള്ള ആളാണല്ലോ, മുൻ തലമുറക്കാരനാണല്ലോ. നമ്മുടെ മക്കൾക്കോ അദ്ദേഹം സലഫനാണ്. അദ്ദേഹത്തെ സലഫുകളെ പറ്റിയിട്ട് ഒരു സൊസൈറ്റി സ്മരിക്കുന്നില്ലെങ്കിൽ നശിച്ചു ആ സൊസൈറ്റി. എന്റെ വീട്ടിൽ എനിക്ക് കെ എം മൗലവി അറിയാം, എന്റെ ഭാര്യക്ക് കെ എം മൗലവി അറിയാം, എന്റെ മക്കൾക്ക് കെ എം മൗലവി അറിയില്ലെങ്കിൽ സൊസൈറ്റി നശിച്ചു തുടങ്ങി അതിന്റെ അർത്ഥം. സൊസൈറ്റി വെക്കേഷനാണല്ലോ വരുന്നത്. വെക്കേഷന് പിന്നെ ഇസ്ലാഹി പ്രവർത്തകന്മാർ ഒരു ഹോംവർക്ക് ഉണ്ട്. ഇസ്ലാഹി പ്രവർത്തകന്മാർ, നിങ്ങൾക്കൊക്കെ വേണമെങ്കിൽ പേരക്കുട്ടികൾക്ക് കൊടുക്കുക ഹോംവർക്ക്. 10 ഇസ്ലാഹി നേതാക്കന്മാരെ തെരഞ്ഞെടുക്കുക. കെ എം മൗലവി, വക്കം മൗലവിയിൽ 10 ഇസ്ലാഹി നേതാക്കന്മാരെ തെരഞ്ഞെടുക്കുക. എന്നിട്ട് തെരഞ്ഞെടുത്തിട്ട് ജസ്റ്റ് ഗൂഗിൾ ചെയ്തിട്ട്, വേറെ ഒരു പണിക്കും വേണ്ട, ഗൂഗിൾ ചെയ്തിട്ട് അവരെ പറ്റിയിട്ടുള്ള ആ ഒരു ഹിസ്റ്ററി, ബ്രീഫ് ഹിസ്റ്ററി, ഒരു സംഗ്രഹം ഉണ്ടല്ലോ, ചരിത്ര സംഗ്രഹം, അതൊന്ന് പറഞ്ഞുതരണം, മക്കളെ പഠിപ്പിക്കുക. അവരെ മനസ്സിലിരിക്കട്ടെ ഈ മഹാന്മാര്. അവരെ മനസ്സിൽ ഇതില്ലെങ്കിൽ, അവരെ മനസ്സിൽ ഇവരെ പറ്റി ഓർമ്മയില്ലെങ്കിൽ, ഉമർ മൗലവി അവർക്ക് അറിയില്ലെങ്കിൽ, നോക്കൂ, ഉമർ മൗലവി അവർക്ക് അറിയില്ലെങ്കിൽ അതിന്റെ അർത്ഥം എന്താ? തൗഹീദ് അവർക്ക് അത്ര പോരാന്ന് അതിന്റെ അർത്ഥം. അതെന്താ? ഉമർ മൗലവി അറിഞ്ഞില്ലെങ്കിൽ തൗഹീദ് അറിയില്ലേ? ഇസ്ലാഹി പ്രവർത്തകർ തൗഹീദ് പഠിച്ചത് ഉമർ മൗലവിന്റെ നാവിന്നാണ്. ആ നാവിനെ പറ്റി ഓർമ്മ, ഒരു കേട്ടോർമ്മയെങ്കിലും. നിങ്ങൾ ഉമർ മൗലവി കണ്ടവരുണ്ടാവും പലരും, അല്ലേ? കേട്ടിട്ട് മാത്രമേ ഉള്ളൂ. ഞാൻ ഇസ്ലാഹി പ്രസ്ഥാനത്തിലേക്ക് വരുന്നതിന്റെ കുറച്ചു മുമ്പാണ് അദ്ദേഹം മരണപ്പെട്ടത്. അദ്ദേഹം മരണപ്പെട്ടതിന് ശേഷം എനിക്ക് ഇസ്ലാഹി പ്രസ്ഥാനത്തിലേക്ക് എത്താൻ പറ്റിയത്. പക്ഷെ അദ്ദേഹത്തിന്റെ ഓർമ്മ ഉണ്ടല്ലോ, അദ്ദേഹത്തെ പറ്റിയിട്ടുള്ള ഓർമ്മ, ആ ഓർമ്മയാണ് മനസ്സിൽ ആ തൗഹീദിനെ വേണ്ടിയിട്ട് പണിയെടുത്തൊരു തൗഹീദ് നമുക്ക് മനസ്സിലായി. ആ മനസ്സിലാക്കാൻ പറ്റിയ തൗഹീദിന് വേണ്ടി പണിയെടുത്തവരെ പറ്റി നമുക്കൊരു ഓർമ്മയില്ല, അവരെ ചരിത്രം അറിയില്ല, അവരാരാണെന്ന് അറിയില്ല എന്ന് പറഞ്ഞാൽ അതൊരു നാശത്തിന്റെ ആരംഭമാണ്. അതുകൊണ്ട് നമ്മുടെ കുടുംബത്തെ നമ്മൾ കെട്ടിപ്പടുക്കാൻ പോവാ. എങ്ങനെ കെട്ടിപ്പടുക്കാൻ പോവാ? ഒന്നാമത്തേത്, നമ്മുടെ മക്കൾ അള്ളാഹുവും റസൂലും ഹറാമാക്കിയ, തിന്മയാക്കിയ എല്ലാത്തിനെയും എതിർക്കുന്നവരാകണം. അതിനവർക്ക് എളുപ്പമാണ്, അവർക്ക് എളുപ്പമാണ്. ഇപ്പൊ ഇന്ന് ഞാന് പോസ്റ്റ് ചെയ്തതാണ്, നിങ്ങൾ പലരും കണ്ടിട്ടുണ്ടാവും. എന്റെ വോളിൽ എനിക്ക് പറയാനുള്ളത് പോസ്റ്റ് ചെയ്തു. നിങ്ങൾക്കുണ്ടാവും ഇതുപോലെ വാട്സപ്പും പിന്നെ ഫേസ്ബുക്കും ഇൻസ്റ്റാഗ്രാമും ഒക്കെ ഉണ്ടാവുമല്ലോ, നിങ്ങളുടെ മക്കൾക്കുണ്ടാവും. അവരോട് പറയണം, നിങ്ങളുടെ ഇൻസ്റ്റാഗ്രാം, നിങ്ങളുടെ ഫേസ്ബുക്കുകൾ, നിങ്ങളുടെ വാട്സപ്പുകൾ, നിങ്ങളുടെ ഈ പറഞ്ഞ ഈ മെറ്റയുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ പ്ലാറ്റ്ഫോമുകൾ, ഈ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ, അതൊക്കെ അള്ളാഹുവും റസൂലും തിന്മയാണെന്ന് പഠിപ്പിച്ചതിനെ എതിർത്തുകൊണ്ട് നിങ്ങൾ സംസാരിക്കണം, പഠിപ്പിക്കണം. അല്ലാതെ അവർ വായനടത്താൻ പറ്റണമെന്നൊന്നുമില്ല. ഇപ്പൊ വായതൊന്നും വേണ്ട. അപ്പൊ വലിയ പ്രഭാഷകൻ, എഴുത്തുകാരനൊന്നും ആവണ്ട. തന്റെ വോളിൽ എഴുതുന്നവനായ മതി. അവൻ എഴുതട്ടെ, അവൻ എതിർക്കട്ടെ, താനെ അവൻ തിന്മ വിരോധിക്കുന്നവനായിട്ട് വളരും. അത് നമ്മൾ പഠിപ്പിക്കണം, ഒന്നാമത്. രണ്ടാമത്തെ എന്തറിയോ? നമ്മുടെ വീട്ടിൽ നമ്മളെ ശ്രദ്ധിക്കണം. പ്രത്യേകിച്ച് സ്ത്രീകൾ അവർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ആ മക്കളെ ഏറ്റവും നല്ല രൂപത്തിൽ വളർത്താൻ നിങ്ങൾക്ക് കഴിയും. ഞാൻ ഒറ്റ കാര്യം കൂടി പറഞ്ഞിട്ട് അവസാനിപ്പിക്കാം. സ്ത്രീകളുടെ ഒരു പവർ അറിയാൻ സ്ത്രീകൾക്ക് തന്നെ അറിയില്ല, അവരെന്താണെന്ന് അറിയില്ല. സ്ത്രീ ഇല്ലാത്ത ഒരു പ്ലാൻ ഇസ്ലാമിലില്ലല്ലോ. സ്ത്രീ ഇല്ലാത്ത ഒരു പ്ലാൻ ഇസ്ലാമിലില്ല. സാമൂഹിക രംഗത്ത് സ്ത്രീയുമായി ബന്ധപ്പെടാത്ത ഒരു പ്ലാനില്ല. സ്ത്രീനെ ഏതെങ്കിലും സ്ഥലത്ത് നിന്ന് മാറ്റി നിർത്തിയിട്ടുണ്ടെങ്കിൽ പ്രൊട്ടക്ഷന് വേണ്ടി മാത്രമാണ്.
പ്രൊട്ടക്ഷൻ, പ്രത്യേകം പ്രൊട്ടക്ട് ചെയ്യപ്പെടണം എന്നുള്ളതുകൊണ്ട് മാത്രമാണ് അവർ ഇസ്ലാം ചില രംഗത്ത് നിന്ന്, യുദ്ധത്തിൽ നിന്ന് സ്ത്രീകളെ മാറ്റിയിരുത്തി. എന്തുകൊണ്ടാ? സ്ത്രീകൾ പ്രൊട്ടക്ട് ചെയ്യപ്പെടണം എന്നുണ്ടാ. അല്ലാണ്ട് പെണ്ണിനെ പിടിച്ചിട്ട് മിലിറ്ററി ചേർക്കാൻ ഇസ്ലാമിന് അറിയാഞ്ഞിട്ടല്ല. ആവശ്യം നേരത്തെ യുദ്ധം ചെയ്യാൻ അനുമതിയും കൊടുത്തിട്ടുണ്ട്, അല്ലെ? അനുമതി കൊടുത്തിട്ടുണ്ട്. ഞാൻ പറയുന്നത് നമ്മൾ മനസ്സിലാക്കും. വിശുദ്ധ ഖുർആൻ ഉണ്ടല്ലോ, ളറബല്ലാഹു മസലൻ ലില്ലദീന ആമനു എന്ന് പറഞ്ഞ രണ്ട് പെണ്ണുങ്ങൾ ആരാ? ളറബല്ലാഹു മസലൻ ലില്ലദീന ആമനു, ഈമാനുള്ളവർക്ക് അള്ളാഹ് ഉദാഹരണമാക്കിയിരിക്കുന്നു. രണ്ട് പെണ്ണുങ്ങളെ പറ്റി പറഞ്ഞു. ഒന്നാരാ? ഇംറഅത ഫിർഔൻ, മറ്റൊന്ന് വമറിയം ഇബ്നത ഇമ്രാൻ. ഫിർഔന്റെ ഭാര്യ, നമ്മൾ ആസിയ ബീവി എന്ന് പറയുമല്ലോ, അത് തഫ്സീറിലുള്ളതാണ്, ഖുർആനിലുള്ളത് ഫിർഔന്റെ ഭാര്യ എന്ന് മാത്രമാണ്. അപ്പൊ ആസിയ ബീവിയും മറിയം ബീവിയും, ഇത് രണ്ടാണ് ലോകത്തെ മുഴുവൻ മുസ്ലിമീങ്ങൾക്കും, അമ്പിയാക്കന്മാരടക്കമുള്ള മുസ്ലിമീങ്ങൾക്കും മാതൃകയായിട്ട് അള്ളാഹ് വെച്ച രണ്ട് മാതൃക പെണ്ണുങ്ങളാ. രണ്ട് മാതൃക പെണ്ണുങ്ങളാ. ഇനി ആ മാതൃക അവരെ കാലത്തൊക്കെ കഴിയും, നമ്മളെ കാലത്ത് കഴിയോ എന്ന് വിചാരിക്കുകയാണെങ്കിൽ നിങ്ങൾ അധികമൊന്നും പോണ്ട. 1980 പിന്നെ ജോസഫ് സ്റ്റാലിൻ നിങ്ങൾക്കറിയാലോ. സ്റ്റാലിന്റെ പിന്നെ സോവിയറ്റ് യൂണിയൻ പിന്നെ കുറേ കോളനികൾ ഉണ്ടാക്കിയപ്പോൾ പിന്നെ സെൻട്രൽ ഏഷ്യൻ പോയിന്റ്സ്, നമ്മളെ പിന്നെ കിർഗിസ്ഥാൻ, താജിക്കിസ്ഥാൻ എന്നൊക്കെ പറയുന്ന പോലത്തെ സ്ഥലങ്ങളുണ്ടല്ലോ, ഉസ്ബെക്കിസ്ഥാൻ എന്നൊക്കെ പറഞ്ഞു. ഇങ്ങനത്തെ മുസ്ലിം ഭൂരിപക്ഷ ഏരിയകൾ ഈ സോവിയറ്റ് യൂണിയന്റെ കീഴിൽ വന്നു. എപ്പോഴത്തെ കഥ ആണെന്ന് അറിയാം? 1980 എന്ന് പറയുന്നത് 44-45 വർഷത്തിന്റെ പഴക്കമുള്ളോ. ഞാൻ 81-ലാണ് ജനിച്ചത്, എന്നേക്കാൾ ഒരു വയസ്സിന് മൂത്തതാണ് ഈ സംഭവം. അത്ര ഉള്ളോ, വലിയ ഓൾഡ് ഹിസ്റ്ററി എന്നല്ല. ആ 80കളിൽ സ്റ്റാലിൻ എന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ, സ്റ്റാലിൻ പിന്നെ ക്രിസ്ത്യൻ ഭൂരിപക്ഷ പ്രദേശങ്ങൾ കീഴടക്കി. അത് കീഴടക്കിയപ്പോ അവിടെ മതനിരാസം എന്ന് വെച്ചാൽ ദൈവമില്ല, മതമില്ല, നിരീശ്വരവാദം ഉണ്ടല്ലോ കമ്മ്യൂണിസത്തിന്റെ നിരീശ്വരവാദം സിമ്പിളായി അടിച്ചേൽപ്പിച്ചു ക്രിസ്ത്യൻ ഭൂരിപക്ഷ പ്രദേശങ്ങളിൽ. ഈ സോവിയറ്റ് യൂണിയൻ കീഴ്പ്പെടുത്തിയ മുസ്ലിം ഭൂരിപക്ഷ പ്രദേശങ്ങളിൽ പിന്നെ ഇത് നിരീശ്വരവാദം പഠിപ്പിക്കാൻ നോക്കിയിട്ട് നടക്കണില്ല, മുസ്ലിങ്ങൾ മാറുന്നില്ല. അങ്ങനെ ആയപ്പോ അദ്ദേഹം എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഹുജൂം എന്ന് പറയുന്ന ഒരു പദ്ധതി പ്രഖ്യാപിച്ചു. ആ പദ്ധതി എന്താണെന്നറിയോ? അറബി ഭാഷ അവിടെ സംസാരിക്കാൻ പാടില്ല, ഇസ്ലാമിന്റെ ഒരു ശബ്ദം അവിടെ ഉണ്ടാവാൻ പാടില്ല, മദ്രസ ഇല്ല, പള്ളിയില്ല, ഇമാമില്ല, വാഇലില്ല, ദാഇല്ല, ഒന്നും ഉണ്ടാവാൻ പാടില്ല. ഇസ്ലാമിന്റെ ചിഹ്നമില്ല, വസ്ത്രധാരണില്ല, നിസ്കാരിക്കാൻ പാടില്ല, നോമ്പോക്കാൻ പാടില്ല, ഒന്നും ഉണ്ടാവാൻ പാടില്ല. ഒരു ശബ്ദം പോലും, അലിഫ് എന്നൊരു ശബ്ദം പോലും കേൾക്കാൻ പാടില്ല. ഇങ്ങനെ ഒരു നിയമം ഉണ്ടാക്കി. എന്നിട്ട് ഒരു വീടിന് ഒരു CID എന്ന നിലക്ക് CIDകളെ വിന്യസിപ്പിച്ചു. അപ്പൊ ഒരു വീട്ടിന് ഒരു CID. ആ CID ആ വീട്ടിൽ എപ്പോ വേണമെങ്കിലും വരും, താമസിക്കും, മിണ്ടാൻ പാടില്ല. അങ്ങനെ അവരോട് താമസിക്കും, വീട്ടിൽ എന്താ നടക്കണെന്ന് ആലോചിക്കും. അങ്ങനെ കിടന്നിട്ടോ ഒരു കുട്ടിക്കും ദീൻ പഠിക്കാൻ സാധ്യല്ല. പണ്ഡിതന്മാരൊക്കെ ജയിലിലാണ്, വാഹിലിമാരൊക്കെ ജയിലിലാണ്, എല്ലാവരും അടച്ച് പൂട്ടി ഭദ്രാക്കി. അവസാനം ഒരു 10 പതിറ്റാണ്ട് കഴിഞ്ഞ് അതിനിടയിൽ കുട്ടികൾ പ്രസവിക്കപ്പെട്ടു, സ്ത്രീകൾ പ്രസവിച്ചു, കുട്ടികളുണ്ടായി, ആ കുട്ടികൾ വളരുന്നു. ആ കുട്ടികൾക്ക് 10 വയസ്സും 12 വയസ്സും 13 വയസ്സൊക്കെ പ്രായമായ സമയത്താണ് ഈ രാഷ്ട്രങ്ങൾ സ്വതന്ത്രമാകുന്നത്. അതുവരെ സ്റ്റാലിന്റെ കീഴിൽ, പിന്നെ സോവിയറ്റ് ഭരണത്തിന്റെ കീഴിൽ ദീനിന്റെ ഒരു ശബ്ദം കേൾക്കാതെ വളർന്ന കുട്ടികളാണ്. നിങ്ങൾ അന്നത്തെ വീഡിയോകൾ ആഫ്റ്റർ ഹുജൂം എന്ന് പറഞ്ഞിട്ട് യൂട്യൂബിൽ അടിച്ചു വെച്ചിട്ടുള്ളൂ. അന്നത്തെ വീഡിയോകളിൽ കാണാം, ഈ സ്വതന്ത്രമായപ്പോ പള്ളികളിലേക്ക് മുസ്ലിമീങ്ങൾ ഓടിക്കറി. എന്നിട്ട് ബാങ്ക് വിളിച്ചത് ആരാണെന്നറിയോ? 10 വയസ്സുള്ള കുട്ടി. സ്റ്റാലിൻ അലിഫ് പോലും പഠിപ്പിക്കാൻ കൂട്ടാക്കാതെ CIDനെ വെച്ചിട്ട് ഒരു ദീനിന്റെ ശബ്ദവും കേൾപ്പിക്കാത്ത 10 വയസ്സുകാരൻ പള്ളിയിൽ കയറിയിട്ട് ബാങ്ക് കൊടുത്തു. ആ ബാങ്ക് കേട്ടിട്ട് ബാങ്കിന് ഉത്തരം ചെയ്തു, ബാങ്കിന് ശേഷമുള്ള സ്വലാത്ത് ചെയ്തു, ദുആ ചെയ്തു, പള്ളിയിൽ ഇമാമ് നിന്നു, ഖുർആൻ ഓതി, നിസ്കരിച്ചു. ഈ കുട്ടികൾ അന്നത്തെ മാധ്യമ പ്രവർത്തകർ ഞെട്ടിപ്പോയി. ഇതെങ്ങനെ പഠിച്ചവനും സംഭവിച്ചു? ആ കുട്ടികളോട് ചോദിച്ചു, നിങ്ങൾ എങ്ങനെ ഷഹാദത്ത് പഠിപ്പിച്ചു? നിങ്ങൾ എങ്ങനെ ബാങ്ക് കൊടുക്കാൻ പഠിപ്പിച്ചു?
നിങ്ങളെങ്ങനെ ഫാത്തിഹ ഓതാൻ പഠിച്ചു, നിങ്ങളെങ്ങനെ ഇത്ര ദീനി ഈമാനും ഇസ്ലാമും കാര്യങ്ങളൊക്കെ എങ്ങനെ പഠിച്ചു എന്ന് ചോദിച്ചപ്പോ ആ മക്കള് പറഞ്ഞ മറുപടി എന്തറിയോ? ഈ CID വീട്ടിന്റെ അകത്ത് ഇവിടെ എന്തെങ്കിലും ദീന് നടക്കുന്നുണ്ടോ നോക്കാൻ അയാൾ കിടക്കുന്ന സമയത്ത് അകത്തളങ്ങളിൽ എൻ്റെ ഉമ്മ 3 വയസ്സായ 2 വയസ്സായ എന്നെ 5 വയസ്സായ എന്നെ അവരുടെ മാറിൽ കിടത്തിയിട്ട് എൻ്റെ ചെവിയിൽ അവരുടെ ചുണ്ട് വെച്ചിട്ട് പഠിപ്പിച്ചു തരുമായിരുന്നു. മോനെ ഷഹാദത്ത് അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് കേൾക്കൂല, വേറൊരാളും കേൾക്കൂല, കുട്ടിന്റെ ചെവി മാത്രം കേൾക്കും. അങ്ങനെ ഷഹാദത്ത് പഠിച്ചു. ചെവിട്ടിൽ ഉമ്മാക്ക് തിരിച്ചു പറഞ്ഞതാ. അപ്പൊ കുട്ടി ഒരാളും കേൾക്കാതെ പതുങ്ങി ഉമ്മയുടെ ചെവിട്ടിലേക്ക് ഷഹാദത്ത് തിരിച്ചു പറഞ്ഞു കൊടുക്കും. ബാങ്ക് കൊടുക്കാൻ പഠിപ്പിക്കും, ദുആ പഠിപ്പിച്ചു, ഫാത്തിഹ പഠിപ്പിച്ചു, ഷഹാദത്ത് കലിമ പഠിപ്പിച്ചു. ഒരു മദ്രസയിൽ നിന്ന് പ്രാഥമികമായിട്ട് മക്കൾക്ക് കിട്ടേണ്ട എല്ലാതും ആ ഉമ്മമാര് ചെവിട്ടി പഠിപ്പിച്ചു. ഉമ്മമാർ തിരിച്ച് ആ മക്കൾ ഉമ്മമാരുടെ ചെവിട്ടിൽ തിരിച്ചു പറഞ്ഞു കൊടുത്തു. ഒരു സ്റ്റാലിനും അത് തടുക്കാൻ പറ്റിയില്ല. പെണ്ണാണ് ദീൻ നിലനിർത്തിയത്. പെണ്ണാണ് ദീൻ നിലനിർത്തിയത്. അവളുടെ ശബ്ദത്തെ ഒപ്പിയെടുക്കാൻ ഒരു CIDക്ക് സാധിച്ചില്ല. അവൾ തീരുമാനിച്ചു, എൻ്റെ കുട്ടി അള്ളാനെ കേട്ട് വളരും, എൻ്റെ കുട്ടി റസൂലിനെ കേട്ട് വളരും, എൻ്റെ കുട്ടി ദീൻ കേട്ട് വളരും. ആരും ഒരു രാജ്യവും രാജാവും മിലിറ്ററിയും ഭരണകൂടവും കാവലിൽ നിന്നിട്ട് അവർക്ക് തൊടാൻ പറ്റിയില്ല. ഇത് കഥയല്ല, ഇത് ഹിസ്റ്ററിയാണ്. 1980കളിൽ നടന്ന സ്റ്റാലിൻ അധിനിവേശത്തിന്റെ ഹുജൂം എന്ന് പറയുന്ന സാംസ്കാരിക അധിനിവേശത്തിന്റെ ചരിത്രമാണ് ഈ പറയുന്നത്. ഇപ്പോഴും ഗൂഗിൾ അടിച്ചാൽ നിങ്ങൾക്ക് കിട്ടുന്ന ഹിസ്റ്ററി. ഞാൻ പറയുന്നത് പെണ്ണുങ്ങൾ അവർക്കൊരു ദൗത്യമുണ്ട്. ആണിന് ചെയ്യാൻ പറ്റാത്തത് ചെയ്യാൻ അവർക്ക് പറ്റും. മക്കൾക്ക് ദീൻ വികാരമാക്കാൻ ഉമ്മാക്ക് പറ്റും, മക്കൾക്ക് ദീൻ വിചാരമാക്കാൻ വാപ്പാക്ക് പറ്റും. ഇതാണ് നമ്മുടെ തമ്മിലുള്ള വ്യത്യാസം. നമ്മൾ ദീൻ പഠിപ്പിച്ചാൽ മക്കൾക്ക് ദീൻ വിചാരമായിരിക്കും, ഉമ്മ ദീൻ പഠിപ്പിച്ചാൽ ദീൻ വികാരമായിരിക്കും. 2 ലേണിംഗ് പ്രോസസ്സാണ്, 2 അപ്രോച്ചാണ്, 2 സമീപനാണ്. നമുക്കത് സമീപിക്കാനും പറ്റൂല, അവർക്ക് ഇതും സമീപിക്കാനും പറ്റൂല. അതുകൊണ്ട് അവർ കൂടി ചേർന്നിട്ടുള്ള കുടുംബാകണം മക്കളെ ദീൻ പഠിപ്പിക്കേണ്ടത്. നമ്മുടെ കുട്ടികൾക്ക് ദീൻ പകർന്നു കൊടുക്കാൻ, പഠിപ്പിച്ചു കൊടുക്കാൻ നമ്മൾ സജീവമാകുക. അതിലൊന്നാണ് ഞാൻ ഈ പറഞ്ഞത്, തിന്മ വിരോധിക്കുന്നവരുടെ മുൻപന്തിയിലേക്ക് അവരെ കൊണ്ടുവരാം. അതെല്ലാം ഇനി രക്ഷയില്ല. ഇന്നത്തെ കാലത്ത് തിന്മ ചെയ്യാതിരിക്കൽ മാത്രം പോരാ, തിന്മ ചെയ്യുന്നവരെ ആക്രമിക്കണം. നമ്മൾ അവരെ അറ്റാക്ക് ചെയ്യണം, വൈജ്ഞാനികമായിട്ട് അവരെ അറ്റാക്ക് ചെയ്യണം. അവർക്കെതിരെയുള്ള ചേരിയിൽ നിരന്തരം ബഹളം വെക്കുന്നവനാകണം നമ്മുടെ മക്കൾ. അങ്ങനെ വളർത്തിയ ആ മക്കൾ ഉറച്ചു നിൽക്കും. എന്നാൽ അവർക്ക് ഉറച്ചിക്കാൻ പറ്റുള്ളൂ. അല്ലാതെ നിശബ്ദരായിട്ടിരുന്നാൽ അവർക്ക് ഉറച്ചിക്കാൻ പറ്റൂല. അങ്ങനെ നമ്മൾ വളർത്തണം. ആ രൂപത്തിൽ മദ്രസ സംവിധാനങ്ങൾ മാറ്റണം. പള്ളികളിൽ തസ്കിയ ക്ലാസ്സുകൾ സംഘടിപ്പിക്കണം. ഈ മക്കൾക്ക് വേണ്ടിയിട്ട് നമ്മളെ കൂട്ടത്തിലുണ്ടല്ലോ, മക്കളായിട്ടും പേരക്കുട്ടികളായിട്ടും മറ്റു ബന്ധുക്കളൊക്കെ ആയിട്ട് ചെറിയ ചെറിയ മക്കളുണ്ടല്ലോ, അവരൊക്കെ കൊണ്ടുവന്നിട്ട് തസ്കിയകൾ സംഘടിപ്പിക്കണം. അവരെ നമ്മൾ പ്രതീക്ഷയോടെ ഏൽപ്പിക്കുന്നു എന്ന് പഠിപ്പിച്ചു കൊടുത്താൽ മക്കൾ മാറും. അതിങ്ങനെ സൊസൈറ്റി മാറും, ഒരു തലമുറ ഉണ്ടാകും. അല്ലാഹു സുബ്ഹാനഹു വതആല ഖിയാമത്ത് നാൾ വരെ അള്ളാഹുവിന് വേണ്ടി പോരാടുന്ന, അള്ളാഹു ഇഷ്ടപ്പെട്ട മാർഗത്തിൽ അവന് വേണ്ടി പ്രവർത്തിക്കുന്ന സജ്ജനങ്ങളുടെ കൂട്ടത്തിൽ നമ്മുടെ മക്കളെയും നമ്മുടെ സന്താന പരമ്പരകളെയും അള്ളാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മിൽ വന്നുപോയ എല്ലാ തെറ്റുകളും കുറ്റങ്ങളും പാപങ്ങളും ഒന്നൊഴിയാതെ റബ്ബ് സുബ്ഹാനഹു വതആല നമുക്ക് പുറത്തു മാപ്പാക്കി തരുമാറാകട്ടെ. അവന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ കുടുംബത്തോടു കൂടി പ്രവേശിക്കുന്ന വിശ്വാസികളിൽ അള്ളാഹു നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അറിഞ്ഞും അറിയാതെയും രഹസ്യമായും പരസ്യമായും നമ്മിൽ സംഭവിച്ചു പോയ എല്ലാ തെറ്റുകളും കുറ്റങ്ങളും പാപങ്ങളും റബ്ബ് സുബ്ഹാനഹു വതആല നമുക്ക് വിട്ടുപുറത്തു മാപ്പാക്കി തരുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വതആല സന്മാർഗത്തിൽ ജീവിക്കാനും സന്മാർഗത്തിൽ മരിക്കാനും സന്മാർഗത്തിൽ ഉയർത്തെഴുന്നേൽക്കാനുമുള്ള തൗഫീഖ് നമുക്കെല്ലാം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ജീവിതത്തിൽ സംഭവിച്ച എല്ലാ പാപങ്ങളിൽ നിന്നും തൗബ ചെയ്ത് പരിശുദ്ധരായി മരിക്കാനുള്ള തൗഫീഖ് അല്ലാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇനി സംഭവിക്കുന്ന പാപങ്ങളിൽ നിന്നും തൗബ ചെയ്യാനും അല്ലാഹുവിൽ നിന്ന് പൊറുക്കലിനെ ലഭിക്കാനുമുള്ള ഭാഗ്യം അല്ലാഹു നമുക്കെല്ലാം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം وتب علينا إنك أنت التواب الرحيم. آمين آمين برحمتك يا أرحم الراحمين. وآخر دعوانا الحمد لله رب العالمين والصلاة والسلام على خاتم الأنبياء والمرسلين.